ഹായ് ഓൾ, വെൽക്കം ടു ബൾബ് ആൻഡ് ബീക്കർ യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് SSLC കെമിസ്ട്രിയിലെ 10ാം ക്ലാസ് കെമിസ്ട്രിയിലെ 4th ചാപ്റ്റർ പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസ് എന്നുള്ള ചാപ്റ്ററാണ് ഫാസ്റ്റായിട്ടൊന്ന് റിവൈസ് ചെയ്യുന്നത്. റിവിഷൻ ക്ലാസ് ആണ്. സോ ഈ ചാപ്റ്ററിൻ്റെ മലയാളം മീഡിയം വേർഷൻ നമ്മൾ നേരത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അതിൻ്റെ ഇംഗ്ലീഷ് മീഡിയം വേർഷൻ ക്ലാസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസ് 4th ചാപ്റ്റർ, SSLC കെമിസ്ട്രിയിലെ 4th ചാപ്റ്റർ. സോ നമുക്കതൊന്ന് നോക്കാം. ചാപ്റ്റർ 4 പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസ്. അപ്പോൾ ഈ ചാപ്റ്ററിനെ പഠിക്കാൻ എളുപ്പാർത്ഥം നമ്മൾ 3 പാർട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ആദ്യത്തെ പാർട്ടിൽ നമ്മൾ പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസ്, ഓക്കെ, അതായത് ഒരു മെറ്റൽ ഉണ്ടാക്കാനുള്ള ഡിഫറെൻറ്റ് സ്റ്റേജസ് ആണ് ആദ്യത്തെ പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നത്. രണ്ടാമത്തെ പാർട്ടിൽ പ്രധാനപ്പെട്ട ഒരു മെറ്റലായ അയണിൻ്റെ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ, മൂന്നാമത്തെ പാർട്ടിൽ പ്രധാനപ്പെട്ട മറ്റൊരു മെറ്റലായ അലൂമിനിയത്തിൻ്റെ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ. ഇങ്ങനെ ചാപ്റ്ററിനെ പഠിക്കാൻ എളുപ്പാർത്ഥം 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോ പാർട്ടും എങ്ങനെയാണ് ഷോർട്ട് നോട്ട് ഉണ്ടാക്കി പഠിക്കുക എന്നുള്ളതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ബ്രീഫായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം. സോ നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. ഷോർട്ടായിട്ട് ബ്രീഫായിട്ട് റിവൈസ് ചെയ്യാം. നമുക്കറിയാം പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽ എന്ന് പറഞ്ഞാൽ ലോഹ നിർമ്മാണം. ഒരു മെറ്റൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കെമിക്കൽ റിയാക്ഷൻ നടത്തിയിട്ടല്ല ഇവിടെ മെറ്റൽ ഉണ്ടാക്കുക. നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമുക്ക് ആവശ്യമുള്ള മെറ്റലൊക്കെ ഈ എർത്ത് ക്രസ്റ്റിൽ ഭൗമോപരിതലത്തിൽ ഭൂമിൻ്റെ ഉള്ളിൽ ഉണ്ട്, അടിയിൽ മണ്ണിൻ്റെ അടിയിലുണ്ട് അല്ലേ. അത് കുഴിച്ചെടുത്തിട്ട് അത് അതിന് ഇമ്പ്യൂരിറ്റീസൊക്കെ കളഞ്ഞ് മാലിന്യങ്ങളൊക്കെ കളഞ്ഞ് സെപ്പറേറ്റ് ചെയ്തെടുത്താൽ മതി. അങ്ങനെ മെറ്റൽ കിട്ടാൻ വേണ്ടി നമ്മൾ ഭൂമി കുഴിച്ച് നോക്കിക്കഴിഞ്ഞാൽ മെറ്റൽ എർത്ത് ക്രസ്റ്റിൽ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഓരോ മെറ്റൽ, ഇവിടെ ഗോൾഡ്, ഇവിടെ സിൽവർ, ഇവിടെ കോപ്പർ, മാഗ്നീഷ്യം, അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടല്ല കിടക്കുക. എല്ലാ മെറ്റലും കൂടി ചേർന്നിട്ട് ഒരു കോമ്പൗണ്ട്സ് ഓഫ് മെറ്റൽ ആയിട്ടാണ് കിടക്കുക. അങ്ങനെ എർത്ത് ക്രസ്റ്റിൽ കാണപ്പെടുന്ന കോമ്പൗണ്ട്സ് ഓഫ് മെറ്റലിനെയാണ് നമ്മൾ മിനറൽസ് എന്ന് പറയുന്നത്. സോ ചാപ്റ്ററിലെ ഫസ്റ്റ് പോയിന്റ് ആണ് മിനറൽസ്. ഓക്കെ, അപ്പോൾ എന്താണ് മിനറൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, കോമ്പൗണ്ട്സ് ഓഫ് മെറ്റൽ സീൻ ഇൻ എർത്ത് ക്രസ്റ്റ്, അതിനാണ് മിനറൽസ് എന്ന് പറയുന്നത്. അപ്പോൾ മിനറൽസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, കോമ്പൗണ്ട്സ് ഓഫ് മെറ്റൽസ്. കോമ്പൗണ്ട്സ് ഓഫ് മെറ്റൽസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, മിനറൽസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി മിനറൽസിന് എക്സാമ്പിൾ അറിയണം. അതായത് ഒരു മെറ്റലിന് തന്നെ ഒരുപാട് മിനറൽസ് ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പ്രധാനപ്പെട്ട ഒരു മെറ്റലായ അലൂമിനിയത്തിൻ്റെ മിനറൽസിന് എക്സാമ്പിൾ ഒന്ന് ഓർത്തിരുന്നാൽ മതി. അലൂമിനിയത്തിന് പ്രധാനമായിട്ടും 3 മിനറൽസ് ആണുള്ളത്. ഓക്കെ, പ്രധാനമായിട്ടുള്ള അലൂമിനിയത്തിൻ്റെ മിനറൽസ് ഒന്ന് ബോക്സൈറ്റ് എന്ന പേരിൽ അറിയപ്പെടും, ബോക്സൈറ്റ്. രണ്ടാമത്തത് ക്രയോലൈറ്റ്. മൂന്നാമത്തത് ക്ലേ. ഈ 3 എണ്ണമാണ് അലൂമിനിയത്തിൻ്റെ 3 മിനറൽസ്. അപ്പോൾ മിനറൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിന്റ് കിട്ടി, കോമ്പൗണ്ട്സ് ഓഫ് മെറ്റൽ സീൻ ഇൻ എർത്ത് ക്രസ്റ്റ് ഈസ് കോൾഡ് ആസ് മിനറൽസ്. അതിന് എക്സാമ്പിളാണ് ബോക്സൈറ്റ്. അതിൻ്റെ കെമിക്കൽ ഫോർമുല Al2O3 2H2O. ക്രയോലൈറ്റ് Na3Al(F6). ക്ലേ Al2O3 2SiO2 2H2O. ഓർത്തിരിക്കാം. അപ്പോൾ മിനറൽസ് എന്താണെന്ന് പഠിച്ചു, അതേപോലെ അലൂമിനിയത്തിൻ്റെ എക്സാമ്പിൾ, മിനറൽസിൻ്റെ എക്സാമ്പിളും പഠിച്ചു. ഇനി ഒരു മെറ്റലിന് തന്നെ ഒരുപാട് മിനറൽ ഉണ്ടാവും. ഈ മിനറലിന് ഏറ്റവും സിമ്പിളായിട്ടും ഫാസ്റ്റായിട്ടും അതേപോലെ എക്കണോമിക്കലി ലാഭമായിട്ടും പെട്ടെന്നും ചിലവ് കുറഞ്ഞ രീതിയിലും മെറ്റൽ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന മിനറലിന് നമ്മൾ പറയുന്ന പേരാണ് ഓർ എന്ന പേരിൽ അറിയപ്പെടുക. അപ്പോൾ മിനറൽസിൽ നിന്നും നമ്മൾ കുറേ മിനറൽസ് ഉണ്ട്. അതിൽ നിന്ന് നമ്മൾ ഏറ്റവും സിമ്പിളായിട്ടും ഫാസ്റ്റായിട്ടും എക്കണോമിക്കലായിട്ടും മെറ്റൽ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന മിനറലിന് നമ്മൾ പറയുന്ന പേരാണ് ഓർ എന്ന പേരിൽ അറിയപ്പെടുക. അപ്പോൾ ഓർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ദ മിനറൽ ഫ്രം വിച്ച് മെറ്റൽ ക്യാൻ ബി ഈസിലി എക്കണോമിക്കലി ആൻഡ് ഫാസ്റ്റ്ലി എക്സ്ട്രാക്റ്റഡ്. അതായത് ഈസിലി എക്കണോമിക്കലി ആൻഡ് ഫാസ്റ്റ്ലി എക്സ്ട്രാക്റ്റഡ്. ഓക്കെ, അതായത് ദ മിനറൽ, ഓറിൻ്റെ ഡെഫിനിഷൻ ആണ് പറഞ്ഞത്, ദ മിനറൽ ഫ്രം വിച്ച് മെറ്റൽ ക്യാൻ ബി ഈസിലി എക്കണോമിക്കലി ആൻഡ് ഫാസ്റ്റ്ലി എക്സ്ട്രാക്റ്റഡ്. അത്തരം മിനറൽസിന് പറയുന്ന പേരാണ് ഓർ എന്ന പേരിൽ അറിയപ്പെടുക.
ഇനി ഈ ഓറായിട്ട് ഇപ്പോൾ ഒരുപാട് മിനറൽസ് ഉണ്ട്. ഇപ്പോൾ ബോക്സൈറ്റ് ഉണ്ട്, ക്രയോലൈറ്റ് ഉണ്ട്, ക്ലേ ഉണ്ട്. ഇതിൽ നമ്മൾ ഓറായിട്ട് സെലക്ട് ചെയ്യുന്നത് അലൂമിനിയത്തിൻ്റെ മിനറൽസ് ആണ് ബോക്സൈറ്റ്, ക്രയോലൈറ്റ്, ക്ലേ. ഇതിൽ നമ്മൾ ഓറായിട്ട് സെലക്ട് ചെയ്യുന്നത് ഏതാണെന്ന് വെച്ചാൽ ഒന്ന് ഈസി ആയിട്ടും എക്കണോമിക്കലായിട്ടും ഫാസ്റ്റ്ലി ആയിട്ടും മെറ്റലിനെ എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഓറായിട്ട് സെലക്ട് ചെയ്യാം. അപ്പോൾ ഓറായിട്ട് സെലക്ട് ചെയ്യുന്നതിന് ഓറിന് ചില പ്രോപ്പർട്ടീസ് ഉണ്ട്. പ്രധാനമായിട്ടും ഓറിന് 4 പ്രോപ്പർട്ടിയാണുള്ളത്. ഒന്നാമത്തെ പ്രോപ്പർട്ടി, നമ്മൾ ഓറായിട്ട് സെലക്ട് ചെയ്യുന്ന സാധനം അബണ്ടൻസ്, അതായത് ഈസിലി അവൈലബിൾ ആയിരിക്കണം, എല്ലായിടത്തും കിട്ടുന്ന സാധനമായിരിക്കണം നമ്മൾ ഓറായിട്ട് സെലക്ട് ചെയ്യുന്നത്. രണ്ടാമത്തത് ഹൈ മെറ്റൽ കണ്ടൻറ് ഉണ്ടായിരിക്കണം, നമുക്ക് ആവശ്യമുള്ള മെറ്റൽ അതിൽ കൂടുതൽ ഉണ്ടായിരിക്കണം, ഹൈ മെറ്റൽ കണ്ടൻറ് ഉണ്ടായിരിക്കണം. മൂന്നാമത്തത് എക്സ്ട്രാക്ഷൻ മെത്തേഡ് ഈസ് സിമ്പിൾ, എക്സ്ട്രാക്ഷൻ മെത്തേഡ് എന്തായിരിക്കണം, സിമ്പിൾ ആയിരിക്കണം, അതായത് പെട്ടെന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റണം. ദെൻ എക്സ്ട്രാക്ഷൻ മെത്തേഡ് ഈസ് എക്കണോമിക്കൽ, അതായത് എന്താണ് ചിലവ് കുറഞ്ഞ രീതിയിൽ പെട്ടെന്ന് മെറ്റലിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഓറിൻ്റെ പ്രോപ്പർട്ടീസ് അല്ലേ, പ്രോപ്പർട്ടീസ് 4 പ്രോപ്പർട്ടീസ് ഉള്ളത്. ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്താ, അബണ്ടൻസ് അല്ലേ, സുലഭമായിരിക്കണം, അബണ്ടൻസ്. രണ്ടാമത്തെ എന്താണ്, ഹൈ മെറ്റൽ കണ്ടന്റ്. മൂന്നാമത്തെ എന്താണ്, അതായത് എക്സ്ട്രാക്ഷൻ മെത്തേഡ് ഈസ് സിമ്പിൾ. അടുത്തത് എക്സ്ട്രാക്ഷൻ മെത്തേഡ് ഈസ് എക്കണോമിക്കൽ. ഓക്കെ, ദീസ് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ഓർ, 4 പ്രോപ്പർട്ടി. അപ്പോൾ ഞാൻ ഈ ചാപ്റ്റർ ഷോർട്ട് നോട്ട് ഉണ്ടാക്കൽ എങ്ങനെ എന്ന രീതിയിലാണ് എടുത്തു പോകുന്നത്. ഓക്കെ, അപ്പോൾ ബോർഡിൽ ഇങ്ങനെ കംപ്ലീറ്റ് ഞാൻ എഴുതും. അപ്പോൾ മിനറൽ എന്താണെന്ന് മനസ്സിലായി. അതിന്നും ഈസിലി എക്കണോമിക്കലി ഫാസ്റ്റ്ലി മെറ്റൽ എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്ന മിനറൽ എന്ന് പറയുന്ന പേരാണ് ഓറ്. ആ ഓറിൻ്റെ പ്രോപ്പർട്ടീസും പഠിച്ചു. ഇനി ഓറിന് എക്സാമ്പിൾ പഠിക്കണം. അതായത് പ്രധാനപ്പെട്ട 4 മെറ്റൽസിൻ്റെ ഓറും അതിൻ്റെ കെമിക്കൽ ഫോർമുലയും ടെക്സ്റ്റിൽ ഒരു ടേബിളായിട്ട് കൊടുത്തിട്ടുണ്ട്. ടേബിൾ 4.1 നിർബന്ധമായിട്ടും കാണാതെ പഠിക്കേണ്ടതാണ്. ഒന്നാമത്തത് 4 മെറ്റൽ, ഒന്ന് അയണിൻ്റെ മിനറൽസ്, അതായത് ആദ്യം പറയുന്നത് ബോക്സൈറ്റ്, അലൂമിനിയത്തിൻ്റെ മിനറൽ. അലൂമിനിയം എന്ന് പറയുന്ന മെറ്റലിൻ്റെ മിനറലായ ബോക്സൈറ്റ്, കെമിക്കൽ ഫോർമുല Al2O3 2H2O. ദെൻ അയണിൻ്റെ മിനറൽ, അയണിന് 2 മിനറൽ ഉണ്ട്, ഒന്ന് ഹേമറ്റൈറ്റ് Fe2O3, രണ്ടാമത്തെ മാഗ്നറ്റൈറ്റ് Fe3O4. പിന്നെ സിങ്ക് ബ്ലണ്ട് ZnS, കലാമിൻ ZnCO3. പിന്നെ കോപ്പർ പൈറൈഡ്സ് CuFeS2, കുപ്രൈറ്റ് Cu2O. ഈ 4 മെറ്റലും അതിൻ്റെ മിനറൽസിൻ്റെ ഒരു ടേബിൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ടേബിൾ 4.1. ഓക്കെ, നിർബന്ധമായിട്ടും കാണാതെ പഠിക്കേണ്ട ഒരു ടേബിളാണ്. എക്സാമ്പിൾ, മിനറൽസിൻ്റെ എക്സാമ്പിൾ ടേബിൾ 4.1. ഈ ടേബിൾ നിർബന്ധമായിട്ടും കാണാതെ പഠിക്കണം. ഞാൻ അവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ആ ടേബിൾ, അതൊന്ന് നിർബന്ധമായിട്ടും കാണാതെ പഠിക്കുക. കാരണം എന്താ അറിയോ, മാച്ച് ദ ഫോളോയിങ്ങിനായിട്ട് SSLC എക്സാമിന് ചോദിച്ചതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് മിനറൽ കിട്ടി, അതിന് ഓർ സെലക്ട് ചെയ്തു. ഈ ഓറിൽ നിന്നും പ്യുവർ മെറ്റലിനെ, അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഓറാണുള്ളത്, ആ ഓർ എന്ന് പറഞ്ഞാൽ കുറേ മെറ്റൽ കോമ്പൗണ്ട് ഒക്കെ ഉണ്ട്, പക്ഷേ മിനറലിനേക്കാളും കുറവായിരിക്കും. ഈ ഓറിൽ നിന്നും പ്യുവർ മെറ്റലിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് മെറ്റലർജി എന്ന പേരിൽ അറിയപ്പെടുക. മെറ്റലർജി. ഓക്കെ, അപ്പോൾ എന്താ മെറ്റലർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രാക്ഷൻ ഓഫ് പ്യുവർ മെറ്റൽ ഫ്രം ദി ഓർ, അതായത് പ്യുവർ മെറ്റലിനെ ഓറിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്യുക. എക്സ്ട്രാക്ഷൻ ഓഫ് പ്യുവർ മെറ്റൽ. എവിടെ നിന്നാണ് പ്യുവർ മെറ്റൽ എക്സ്ട്രാക്ട് ചെയ്യുന്നത്? ഫ്രം ഓർ. ഓറിൽ നിന്നും പ്യുവർ മെറ്റലിനെ എക്സ്ട്രാക്ട് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് മെറ്റലർജി എന്ന പേരിലാണ് അറിയപ്പെടുക. ഓക്കെ, ഇനി ഈ മെറ്റലർജിക്കൽ പ്രോസസ് ഒറ്റയടിക്ക് ഓറിൽ നിന്നും മെറ്റലിനെ എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റില്ല. മെറ്റലർജിക്കൽ പ്രോസസ് ഇൻക്ലൂഡ് 3 സ്റ്റേജ്. മെറ്റലർജിക്കൽ പ്രോസസ്സിന് 3 സ്റ്റേജ് ഉണ്ട്, 3 ഘട്ടങ്ങളാണ് മെറ്റലർജിക്കൽ പ്രോസസ്സിനുള്ളത്. ഓക്കെ, പ്രധാനപ്പെട്ടതാണ്. മെറ്റലർജിക്കൽ പ്രോസസ് ഇൻക്ലൂഡ് 3 സ്റ്റേജസ്. ഓക്കെ, 3 സ്റ്റേജ് ഉണ്ട്. അത് ഏതൊക്കെ നോക്കാം. ഒന്നാമത്തെ സ്റ്റേജാണ് എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ ഫ്രം ഒന്നാമത്തെ സ്റ്റെപ്പാണ് കോൺസെൻട്രേഷൻ ഓഫ് ഓർ. മെറ്റലർജിക്കലിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് കോൺസെൻട്രേഷൻ ഓഫ് ഓർ. ഫസ്റ്റ് സ്റ്റേജ്, മെറ്റലർജിക്കൽ പ്രോസസ്സിലെ ഫസ്റ്റ് സ്റ്റേജാണ് കോൺസെൻട്രേഷൻ ഓഫ് ഓർ. രണ്ടാമത്തെ സ്റ്റേജാണ് എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ ഫ്രം കോൺസെൻട്രേറ്റഡ് ഓർ. എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ ഫ്രം കോൺസെൻട്രേറ്റഡ് ഓർ. എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ ഫ്രം കോൺസെൻട്രേറ്റഡ് ഓർ. മൂന്നാമത്തെ സ്റ്റേജാണ് റിഫൈനിങ് ഓഫ് മെറ്റൽസ്. സോ മെറ്റലർജിക്കൽ പ്രോസസ് ഇൻക്ലൂഡ് 3 സ്റ്റേജസ്. ഒന്നാമത്തത് കോൺസെൻട്രേഷൻ ഓഫ് ഓർ. രണ്ടാമത്തത് എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ ഫ്രം കോൺസെൻട്രേറ്റഡ് ഓർ. മൂന്നാമത്തത് റിഫൈനിങ് ഓഫ് മെറ്റൽ. ഇനി നോക്കാം, ഇതിൽ ഓരോ സ്റ്റേജും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഫസ്റ്റ് സ്റ്റേജ് കോൺസെൻട്രേഷൻ ഓഫ് ഓറിൻ്റെ കോൺസെൻട്രേഷൻ. അപ്പോൾ
ഈ ഓർ നമുക്ക് എവിടെ നിന്നാണ് കിട്ടുക? മണ്ണിൻ്റെ അടിയിൽ നിന്നാണ് കിട്ടുക. സ്വാഭാവികമായിട്ട് അതിൽ ഒരുപാട് ഇമ്പ്യൂരിറ്റീസ്, മണ്ണും ചെളിയും ഒരുപാട് മാലിന്യങ്ങൾ ഉണ്ടാവും. ഈ ഇമ്പ്യൂരിറ്റീസിനെ ഒക്കെ റിമൂവ് ചെയ്യണം. അതാണ് കോൺസെൻട്രേഷൻ ഓഫ് ഓർ എന്ന് പറഞ്ഞാൽ. റിമൂവിങ് ഇമ്പ്യൂരിറ്റി, മണ്ണിൻ്റെ അടിയിൽ നിന്ന് എടുത്ത ഓറിൽ നിന്നും ഇമ്പ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് കോൺസെൻട്രേഷൻ ഓഫ് ഓർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. റിമൂവിങ് ഇമ്പ്യൂരിറ്റീസ് ഫ്രം ദി ഓർ, റിമൂവിങ് ഇമ്പ്യൂരിറ്റീസ്, ഇതിനെയാണ് നമ്മൾ കോൺസെൻട്രേഷൻ ഓഫ് ഓർ എന്ന് പറയുക. ഇനി ഓറിലുള്ള ഇമ്പ്യൂരിറ്റീസിന് നമ്മളൊരു പേര് പറയും. ഓറിലുള്ള ഇമ്പ്യൂരിറ്റീസിന് നമ്മൾ പറയുന്ന പേരാണ് ഗ്യാങ് എന്ന പേരിൽ അറിയപ്പെടുക. ഓറിലുള്ള ഇമ്പ്യൂരിറ്റീസിന് പറയുന്ന പേരാണ് ഗ്യാങ്. ഈ ഗ്യാങ്ങിനെ നമ്മൾ റിമൂവ് ചെയ്യാൻ ചേർക്കുന്ന കെമിക്കൽ സബ്സ്റ്റൻസിന് പറയുന്ന പേരാണ് ഫ്ലക്സ് എന്ന പേരിൽ അറിയപ്പെടുക. ഗ്യാങ്ങിനെ റിമൂവ് ചെയ്യാൻ ചേർക്കുന്ന കെമിക്കൽ സബ്സ്റ്റൻസിന് നമ്മൾ പറയുന്ന പേരാണ് ഫ്ലക്സ് എന്ന പേരിൽ അറിയപ്പെടും. അങ്ങനെ ഈ ഗ്യാങ്ങും ഫ്ലക്സും കൂടി ചേർന്നാൽ ഉണ്ടാവുന്ന സാധനത്തിന് നമ്മൾ പറയുന്ന പേരാണ് സ്ലാഗ് എന്ന പേരിൽ അറിയപ്പെടും. ഗ്യാങ്ങും ഫ്ലക്സും കൂടി ചേർന്ന് കിട്ടുന്ന സാധനത്തിനാണ് സ്ലാഗ് എന്ന പേരിൽ അറിയപ്പെടുക. ഇതാണ് നമ്മൾ റിമൂവ് ചെയ്യുക. ഇനി ഈ ഓറിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കും, പൊടിച്ചെടുക്കും. നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഓറിനെ നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കും. ആ ക്രഷ് ചെയ്തെന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് പൾവറൈസേഷൻ എന്ന പേരിൽ അറിയപ്പെടുക. പൾവറൈസേഷൻ എന്ന് പറഞ്ഞാൽ ക്രഷിങ് ഓഫ് ഓർ. ഓറിനെ ക്രഷിങ് ചെയ്യുന്ന പ്രോസസ്സിനാണ് പൾവറൈസേഷൻ എന്ന് പറയുക. അപ്പോൾ പൾവറൈസ് ചെയ്ത ഓറാണ് നമ്മൾ എന്ത് ചെയ്യുക? കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കയ്യിൽ പൊടിച്ച ഓറുണ്ട്, അതിൽ നിന്ന് ഇമ്പ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യണം. അപ്പോൾ ഇമ്പ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വി ഹാവ് 4 മെത്തേഡ്. ഉദാഹരണമായിട്ട് എൻ്റെ ഡ്രസ്സിൽ ചെളിയായി, ഇമ്പ്യൂരിറ്റി ആയി, അത് റിമൂവ് ചെയ്യാൻ ഒരുപാട് മെത്തേഡ് ഉണ്ട്. ഒന്നുകിൽ തട്ടി നോക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക? വാഷ് ചെയ്ത് നോക്കുക, വെള്ളം ഉപയോഗിച്ച് കഴുകി നോക്കുക, അല്ലെങ്കിൽ സോപ്പ് പൗഡർ ഉപയോഗിച്ച് കഴുകി നോക്കുക, അല്ലെങ്കിൽ ഡ്രൈ വാഷ് ചെയ്യുക, ക്ലോറക്സ് ഉപയോഗിക്കുക, ക്ലോറിനേറ്റഡ് വാഷ് ചെയ്യുക, അങ്ങനെ ഒരുപാട് മെത്തേഡ് ഉണ്ട്. അതേപോലെ ഓറിലുള്ള ഇമ്പ്യൂരിറ്റി റിമൂവ് ചെയ്യാൻ, ഓറിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വി ഹാവ് 4 മെത്തേഡ്. 4 മെത്തേഡാണുള്ളത്. അത് ഏതൊക്കെ ചോദിച്ചാൽ, ഒന്നാമത്തെ മെത്തേഡാണ് ഹൈഡ്രോളിക് വാഷിംഗ് അല്ലെങ്കിൽ ലെവിഗേഷൻ. ഹൈഡ്രോളിക് വാഷിംഗ് ഓർ അതിന് പറയുന്ന മറ്റൊരു പേരാണ് ലെവിഗേഷൻ എന്ന പേരിൽ അറിയപ്പെടും. അതായത് ഹൈഡ്രോളിക് വാഷിംഗ് അല്ലെങ്കിൽ ലെവിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഒന്നുമില്ല, അത് ഈ ഹൈഡ്രോളിക് വാഷിംഗ് ചെയ്യണമെങ്കിലുള്ള കണ്ടീഷൻ വെള്ളം ഉപയോഗിച്ച് കഴുകുക. അപ്പോൾ വെള്ളം ഉപയോഗിച്ച് കഴുകാനുള്ള കണ്ടീഷൻ എന്താ വെച്ചാൽ, ഒന്നാമത്തെ കണ്ടീഷൻ ഡെൻസിറ്റി ഓഫ് ഓർ ഈസ് ഹയർ ദാൻ ദാറ്റ് ഓഫ് ഇമ്പ്യൂരിറ്റി. ഓറിൻ്റെ ഡെൻസിറ്റി ഇമ്പ്യൂരിറ്റിനേക്കാളും ഹയർ ആണെങ്കിൽ മാത്രമേ ഹൈഡ്രോളിക് വാഷിംഗ് ചെയ്യുള്ളൂ. ഒരു സാധനം നമ്മൾ കഴുകി ശുദ്ധീകരിക്കണമെങ്കിൽ നമുക്ക് ആവശ്യമില്ല. ഇപ്പോൾ ആപ്പിൾ, ഓറഞ്ച്, മുന്തിരി ഒക്കെ നമുക്ക് കഴുകാം. കാരണം എന്താ? അതിലുള്ള ഇമ്പ്യൂരിറ്റീസ്, പൊടിയും ചെളിയൊക്കെ വാഷ് ചെയ്ത് അങ്ങോട്ട് ഒലിച്ചു പോകും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഓറിൻ്റെ ഡെൻസിറ്റി ഇമ്പ്യൂരിറ്റിനേക്കാളും ഹയർ ആണെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യുക? ഹൈഡ്രോളിക് വാഷിംഗ് ചെയ്യുക. അപ്പോൾ ഹൈഡ്രോളിക് വാഷിംഗ് ചെയ്യാനുള്ള കണ്ടീഷൻ ഒന്നുമില്ല, ഡെൻസിറ്റി ഓഫ് ഓർ ഈസ് ഹയർ ദാൻ ഇമ്പ്യൂരിറ്റി. ഹയർ ദാൻ ഇമ്പ്യൂരിറ്റി. ഓക്കെ, ഓറിൻ്റെ ഡെൻസിറ്റി ഇമ്പ്യൂരിറ്റിനേക്കാളും ഹയർ ആണെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? ഹൈഡ്രോളിക് വാഷിംഗ് ചെയ്യുള്ളൂ. അപ്പോൾ അതിന് എക്സാമ്പിൾ ഓർത്തിരിക്കണം. ഹൈഡ്രോളിക് വാഷിങ്ങിന് എക്സാമ്പിളാണ് ഒന്ന് കോൺസെൻട്രേഷൻ ഓഫ് ഗോൾഡ് ഓർ. ഗോൾഡ് ഓറിൻ്റെ കോൺസെൻട്രേഷൻ ഹൈഡ്രോളിക് വാഷിങ്ങിന് എക്സാമ്പിളാണ്. അതേപോലെ കോൺസെൻട്രേഷൻ ഓഫ് ഓക്സൈഡ് ഓർ. ഓക്സൈഡ് ഓറും കോൺസെൻട്രേറ്റ് ചെയ്യൽ ഹൈഡ്രോളിക് വാഷിംഗ് ചെയ്തിട്ടാണ്. അപ്പോൾ ഒന്നാമത്തെ മെത്തേഡ് കിട്ടി, ഹൈഡ്രോളിക് വാഷിംഗ് ഓർ ലെവിഗേഷൻ. ഇനി രണ്ടാമത്തെ മെത്തേഡാണ്, അതായത് കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള രണ്ടാമത്തെ മെത്തേഡാണ് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. ഓക്കെ, ഫ്രോത്ത് ഫ്ലോട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഡെൻസിറ്റി ഓഫ് ഓർ ഈസ് ഹയർ ദാൻ ഇമ്പ്യൂരിറ്റി എന്നല്ലേ നമ്മളിവിടെ പറഞ്ഞു. നോക്ക്, ഡെൻസിറ്റി ഓഫ് ഓർ ഈസ് ഹയർ ദാൻ ഇമ്പ്യൂരിറ്റി. അത് നേരെ തിരിച്ച് ഡെൻസിറ്റി ഓഫ് ഓർ ഈസ് ലെസ്സർ ദാൻ ഇമ്പ്യൂരിറ്റി. അതായത് ഡെൻസിറ്റി ഓഫ് ഓർ ഈസ് ലെസ്സർ ദാൻ ഇമ്പ്യൂരിറ്റി. ഡെൻസിറ്റി ഓഫ് ഓർ ഈസ് ലെസ്സർ ദാൻ ഇമ്പ്യൂരിറ്റി ആണെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യുക? ഏത് മെത്തേഡ് ഉപയോഗിക്കുക? ഇവിടെ ഹയർ, ഓക്കെ, ഇവിടെ ലെസ്സർ. അവിടെ ലെസ്സർ ദാൻ ഇമ്പ്യൂരിറ്റി ആണെങ്കിൽ മാത്രമേ നമ്മൾ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ ഉപയോഗിക്കുക. അതിന് എക്സാമ്പിളാണ് ഒന്ന് ഗോൾഡ് ഓറിന് പകരം ഇവിടെ സൾഫൈഡ് ഓർ. ഓക്സൈഡ് ഓറിന് പകരം സൾഫൈഡ് ഓർ. അതേപോലെ കോപ്പർ പൈറൈഡ്സ്. ഓക്കെ, ഇതിനൊക്കെ നമ്മൾ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ ചെയ്യുക. അതായത് ഡെൻസിറ്റി ഓഫ് ഓർ ഈസ് ലെസ്സർ ദാൻ ഇമ്പ്യൂരിറ്റി. ഇനി മൂന്നാമത്തെ മെത്തേഡാണ് മാഗ്നറ്റിക് സെപ്പറേഷൻ. ഓക്കെ, മാഗ്നറ്റിക് സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, മാഗ്നറ്റ് ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്യുക. അതായത്
either or impurity is magnetic in nature, then we can choose magnetic separation. ഒന്നുകിൽ or അല്ലെങ്കിൽ impurity ഏതെങ്കിലും ഒന്ന് മാഗ്നറ്റിക് നേച്ചർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, മാഗ്നറ്റിക് സെപ്പറേഷൻ ഉപയോഗിക്കും. അപ്പോൾ ഒന്നുമില്ല, either or or impurity is magnetic. ഒന്നുകിൽ or അല്ലെങ്കിൽ ഇമ്പ്യൂരിറ്റി ഏതെങ്കിലും ഒന്ന് മാഗ്നറ്റിക് ആണെങ്കിലാണ് നമ്മൾ മാഗ്നറ്റിക് സെപ്പറേഷൻ ഉപയോഗിക്കുക. അതിന് എക്സാമ്പിൾ ആണ് ഈ മാഗ്നറ്റൈറ്റ്, അതേപോലെ ടിൻസ്റ്റോൺ ഒക്കെ. മാഗ്നറ്റൈറ്റ് അതേപോലെ ടിൻസ്റ്റോൺ ഒക്കെ ഈ മാഗ്നറ്റിക് സെപ്പറേഷന് എക്സാമ്പിൾ ആണ്. അപ്പോൾ മാഗ്നറ്റിക് സെപ്പറേഷൻ ചെയ്യാനുള്ള കണ്ടീഷൻ ഇത്രയേ ഉള്ളൂ, either or impurity is magnetic in nature, then we choose for magnetic separation. എക്സാമ്പിൾ മാഗ്നറ്റൈറ്റ്, ടിൻസ്റ്റോൺ ഒക്കെ. ഇനി നാലാമത്തെ ലാസ്റ്റ് മെത്തേഡ് ആണ് ലീച്ചിങ്. ഓക്കെ, ലീച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഓർ ഈസ് ഡിസോൾവ് ഇൻ എ സൊല്യൂഷൻ. ഓർ എന്ത് ചെയ്യണം, ഒരു സൊല്യൂഷനിൽ ഡിസോൾവ് ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് നമ്മൾ ലീച്ചിങ് ചെയ്യുക. ഓർ ഡിസോൾവ് ഇൻ എ സൊല്യൂഷൻ, ഓർ ഡിസോൾവ് ഇൻ എ സൊല്യൂഷൻ, ഓർ ഒരു സൊല്യൂഷനിൽ ഡിസോൾവ് ചെയ്യുകയാണെങ്കിൽ മാത്രം ലീച്ചിങ് ചെയ്യും. അതിന് എക്സാമ്പിളാണ് ബോക്സൈറ്റ്. അലൂമിനിയത്തിൻ്റെ ഓറായ ബോക്സൈറ്റിനെ നമ്മൾ ലീച്ചിങ് ചെയ്യുകയാണ് ചെയ്യുക. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചാപ്റ്ററിൻ്റെ 3rd പാർട്ടിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ബോക്സൈറ്റിൻ്റെ ലീച്ചിങ് പ്രോസസ്സ് പറയും. ഇതാണ് കോൺസെൻട്രേഷൻ ഓഫ് ഓറിനെ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള 4 മെത്തേഡ്. ഓക്കെ, ഇതിൻ്റെ ഓരോ മെത്തേഡിൻ്റെ ഫിഗറൊക്കെ നിങ്ങൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ICT ആയിട്ട് അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണാനും പറ്റും. ഓക്കെ, നമുക്കിവിടെ എക്സാമിന് വേണ്ട സാധനം മാത്രമാണ് റിവിഷനിൽ ഞാൻ പറയുന്നത്. അപ്പോൾ ഇവിടുന്ന് പരീക്ഷയ്ക്ക് എങ്ങനെയാണ് ചോദ്യം ചോദിക്കുക, ക്വസ്റ്റ്യൻ വരിക എന്നുള്ളത്. മാച്ച് ദ ഫോളോയിങ് ആണ് പ്രധാനമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ഒരു സൈഡിൽ ഹൈഡ്രോളിക് വാഷിംഗ്, ഫ്രോത്ത് ഫ്ലോട്ടേഷൻ, മാഗ്നറ്റിക് സെപ്പറേഷൻ, ലീച്ചിങ് തരും. അപ്പുറത്തെ സൈഡിൽ എന്ത് തരും, ബി കോളത്തിൽ അതിൻ്റെ എക്സാമ്പിൾ തരും. ഗോൾഡ് ഓർ, കോപ്പർ പൈറൈറ്റ്സ്, പിന്നെ അതേപോലെ മാഗ്നറ്റൈറ്റ്, ബോക്സൈറ്റ് തരും. മാച്ച് ചെയ്യാൻ പറയും. രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ, ഒരു സൈഡിൽ ഹൈഡ്രോളിക് വാഷിംഗ്, ഫ്രോത്ത് ഫ്ലോട്ടേഷൻ, മാഗ്നറ്റിക് സെപ്പറേഷൻ, ലീച്ചിങ് തരും. അപ്പുറത്തെ സൈഡിൽ ഇത് തരും. ഡെൻസിറ്റി ഓഫ് ഓർ ഈസ് ഹയർ ദാൻ ഇമ്പ്യൂരിറ്റി, ഡെൻസിറ്റി ഓഫ് ഓർ ഈസ് ലെസ്സർ ദാൻ ഇമ്പ്യൂരിറ്റി, or impurity is either or impurity is magnetic nature or dissolve in a solution. ഇത് തരും, മാച്ച് ചെയ്യാൻ പറയും. ഇതാണ് ഈ ഭാഗത്ത് നിന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് ഓർ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഓറിലുള്ള ഇമ്പ്യൂരിറ്റീസിനൊക്കെ റിമൂവ് ചെയ്തു. ഈ 4 ഏതെങ്കിലും ഒരു മെത്തേഡ് ഉപയോഗിക്കാം. ഓക്കെ, ഡീറ്റെയിൽ നോട്ട് നിങ്ങൾക്ക് വിക്ടേഴ്സിൻ്റെ ക്ലാസ്, ഓൺലൈൻ ക്ലാസ് ഒക്കെ കിട്ടിയിട്ടുണ്ടാവും. റിവിഷനാണ്, അപ്പോൾ പരീക്ഷയ്ക്ക് വേണ്ട മാത്രം ഷോർട്ട് നോട്ട് ഉണ്ടാക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിന് ഒരു ഒറ്റ A4 ഷീറ്റിൽ ഒതുക്കാൻ പറ്റും. ഒരു A4 ഷീറ്റ് വൈഡ് ആയിട്ട് വെച്ച് ഒരു സൈഡിൽ ഈ ഒരു ചാർട്ട് ഇങ്ങനെ വരക്കണം. ഓക്കെ, ബാക്ക് സൈഡിൽ ഒരു ഭാഗത്ത് ബാക്ക് സൈഡ് 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ഒരു ഭാഗത്ത് പ്രൊഡക്ഷൻ ഓഫ് അയൺ, രണ്ടാമത്തെ ഭാഗത്ത് പ്രൊഡക്ഷൻ ഓഫ് അലൂമിനിയം ചെയ്ത് കഴിഞ്ഞാൽ ചാപ്റ്റർ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ കോൺസെൻട്രേഷൻ ഓഫ് ഓർ കഴിഞ്ഞു, പഠിച്ചു, ഒരു പാർട്ട് കഴിച്ചു. ഇനി അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ എന്താ ഉള്ളത്, ഇമ്പ്യൂരിറ്റീസ് ഒക്കെ റിമൂവ് ചെയ്ത കോൺസെൻട്രേറ്റ് ചെയ്ത ഓർ ഉണ്ട്. ഇനി രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് പോവാം. ഈ കോൺസെൻട്രേറ്റ് ചെയ്ത ഓറിൽ നിന്നും എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ ഫ്രം കോൺസെൻട്രേറ്റഡ് ഓർ, ഈ കോൺസെൻട്രേറ്റ് ചെയ്ത് കിട്ടിയ ഓറിൽ നിന്നും നമ്മൾ മെറ്റലിനെ, നമുക്ക് ആവശ്യമുള്ള മെറ്റലിനെ മാത്രം എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക. അപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്ത ഓറിൽ നിന്നും മെറ്റലിനെ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് 2 സ്റ്റെപ്പ് ഉണ്ട്. അപ്പോൾ അതിലെ സ്റ്റെപ്പ് 1, ഒന്നാമത്തെ സ്റ്റെപ്പാണ് കൺവേർഷൻ ഓഫ് കോൺസെൻട്രേറ്റഡ് ഓർ ഇൻടു ഓക്സൈഡ്. കൺവേർട്ടിംഗ് ടു ഓക്സൈഡ്. കോൺസെൻട്രേറ്റഡ് ഓറിനെ എന്ത് ചെയ്യുക, കൺവേർട്ടിംഗ് ടു ഓക്സൈഡ്, അതിനെ ഓക്സൈഡ് ആക്കി മാറ്റാം. അതിനുശേഷം അതിനെ സ്റ്റെപ്പ് 2ൽ റിഡക്ഷൻ ചെയ്യുക, റിഡ്യൂസ് ചെയ്യുക. അപ്പോൾ ഓക്സൈഡ് ആക്കി മാറ്റാൻ കൺവേർട്ടിംഗ് ദ കോൺസെൻട്രേറ്റഡ് ഓർ, അതായത് എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ ഫ്രം കോൺസെൻട്രേറ്റഡ് ഓറിന് 2 സ്റ്റെപ്പ് ഉണ്ട്. അതിൽ സ്റ്റെപ്പ് 1 ആണ് കൺവേർട്ടിംഗ് ടു ഓക്സൈഡ്. ഈ കോൺസെൻട്രേറ്റ് ചെയ്ത ഓറിനെ ഓക്സൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ഓക്സൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വി ഹാവ് 2 മെത്തേഡ്സ്, 2 മെത്തേഡ്സ് ഉണ്ട്. ഒന്നാമത്തെ മെത്തേഡാണ് നമ്മൾ കാൽസിനേഷൻ എന്ന് പറയും, കാൽസിനേഷൻ. രണ്ടാമത്തെ മെത്തേഡാണ് റോസ്റ്റിംഗ് എന്ന പേരിൽ അറിയപ്പെടും, റോസ്റ്റിംഗ്. അപ്പോൾ എന്താ കാൽസിനേഷൻ, എന്താ റോസ്റ്റിംഗ് നോക്കാം. അപ്പോൾ സ്റ്റെപ്പ് 2ൽ ഫസ്റ്റ് ഒന്നാമത്തത്, അതായത് 2 സ്റ്റെപ്പ് ഉണ്ട്. അതിൽ സ്റ്റെപ്പ് 1 ആണ് കൺവേർട്ടിംഗ് കോൺസെൻട്രേറ്റഡ് ഓർ ഇൻടു ഇറ്റ്സ് ഓക്സൈഡ്, സ്റ്റെപ്പ് 1. അതിലുള്ള 2 മെത്തേഡാണ് മെത്തേഡ് എ ബി. ഓക്കെ, എ ആണ് കാൽസിനേഷൻ, ബി റോസ്റ്റിംഗ്. കാൽസിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഹീറ്റിംഗ് ദ കോൺസെൻട്രേറ്റഡ് ഓർ, കോൺസെൻട്രേറ്റ് ചെയ്ത് കിട്ടിയ ഓറിനെ ഹീറ്റ് ചെയ്യുക ബിലോ ഇറ്റ്സ് മെൽറ്റിംഗ് പോയിന്റ് ഇൻ ആബ്സെൻസ് ഓഫ് എയർ. അപ്പോൾ ഹീറ്റിംഗ് ഇൻ ആബ്സെൻസ് ഓഫ് എയർ എന്ന് വേണം സിമ്പിളായിട്ട് എഴുതാം. ഹീറ്റിംഗ് ഇൻ ആബ്സെൻസ് ഓഫ് എയർ, അതായത് ഹീറ്റിംഗ് ദ കോൺസെൻട്രേറ്റഡ് ഓർ ബിലോ ഇറ്റ്സ് മെൽറ്റിംഗ് പോയിന്റ് ഇൻ ആബ്സെൻസ് ഓഫ് എയർ. ആബ്സെൻസ് ഓഫ് എയറിൽ ഹീറ്റ് ചെയ്യുന്നതിനാണ് കാൽസിനേഷൻ എന്ന് പറയാം. അതിന് എക്സാമ്പിളാണ് ZnCO3. ZnCO3
കാൽസിനേഷൻ ചെയ്തിട്ടാണ് ZnO ആക്കി മാറ്റുന്നത്. അപ്പോൾ കാൽസിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഹീറ്റിംഗ് ദ കോൺസെൻട്രേറ്റഡ് ഓർ ബിലോ ഇറ്റ്സ് മെൽറ്റിംഗ് പോയിന്റ് ഇൻ ആബ്സെൻസ് ഓഫ് എയർ. ഇതാണ് പ്രധാനപ്പെട്ട പോയിന്റ്, ആബ്സെൻസ് ഓഫ് എയർ. എയറിൻ്റെ ആബ്സെൻസിൽ ഹീറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ കാൽസിനേഷൻ എന്ന് പറയുക. എയറിൻ്റെ പ്രസൻസിലാണെങ്കിൽ നമ്മളതിനെ റോസ്റ്റിംഗ് എന്ന് പറയുക. അപ്പോൾ റോസ്റ്റിങ്ങിൻ്റെ ഡെഫിനിഷൻ കിട്ടി. റോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റിംഗ് പ്രസൻസ് ഓഫ് എയർ, ഹീറ്റിംഗ് പ്രസൻസ് ഓഫ് എയർ, എയറിൻ്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുക, റോസ്റ്റിംഗ് എന്ന് പറയുക. അപ്പോൾ ആബ്സെൻസും പ്രസൻസും, ഇതാണ് ഇവിടുത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി റോസ്റ്റിംഗിന് എക്സാമ്പിളാണ് Cu2s. Cu2s റോസ്റ്റിംഗ് ചെയ്തിട്ടാണ് Cu2O ആക്കി മാറ്റുന്നത്. ഓക്കെ, Cu2s റോസ്റ്റിംഗ് ചെയ്ത് Cu2O ആക്കി മാറ്റുന്നു. അപ്പോൾ സ്റ്റെപ്പ് 1 കൺവേർട്ടിംഗ് ടു ഓക്സൈഡ്. ഓക്സൈഡ് ആക്കാൻ ഒന്നുകിൽ കാൽസിനേഷൻ ചെയ്യാം അല്ലെങ്കിൽ റോസ്റ്റിംഗ് ചെയ്യാം. ഇനി സ്റ്റെപ്പ് 2, രണ്ടാമത്തെ സ്റ്റെപ്പ്. സ്റ്റെപ്പ് 2, ഈ ഓക്സൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്ത നമ്മുടെ ഇതിനെ റിഡക്ഷൻ ചെയ്യുക, റെഡ്യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ റിഡക്ഷൻ ഓഫ് ഓക്സൈഡ് ഓർ, രണ്ടാമത്തെ സ്റ്റെപ്പാണ് റിഡക്ഷൻ ഓഫ് ഓക്സൈഡ് ഓർ. ഓക്സൈഡ് ഓറിനെ റെഡ്യൂസ് ചെയ്യാം. അപ്പോൾ ഓക്സൈഡ് ഓറിനെ റെഡ്യൂസ് ചെയ്യാൻ വി ഹാവ് 3 മെത്തേഡ്, 3 മെത്തേഡാണ് ഉള്ളത്. അത് ഏതൊക്കെ വെച്ചാൽ, ഒന്നുകിൽ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് റെഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കാർബൺ മോണോക്സൈഡോ ഉപയോഗിച്ച് റെഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഹീറ്റ് ചെയ്ത് റെഡ്യൂസ് ചെയ്യാം. ഈ 3 മെത്തേഡാണ് ഉള്ളത്. ഇതെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മെത്തേഡ് ഡിസൈഡ് ചെയ്യുക എന്നുള്ളത്, അത് നമ്മൾ 3rd ചാപ്റ്ററിൽ പഠിച്ച റിയാക്ടിവിറ്റി സീരീസിനെ ബേസ് ചെയ്തിട്ടാണ്, മെറ്റലിൻ്റെ റിയാക്ടിവിറ്റി ബേസ് ചെയ്തിട്ടാണ്. ഹയർ റിയാക്ടിവിറ്റി ഉള്ള റിയാക്ടിവിറ്റി സീരീസിൽ പൊട്ടാസ്യം മുതൽ അലൂമിനിയം വരെയുള്ള മെറ്റലാണെങ്കിൽ, പൊട്ടാസ്യം ടു അലൂമിനിയം വരെയുള്ള മെറ്റലാണെങ്കിൽ അതിനെ റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇലക്ട്രിസിറ്റി ഉപയോഗിക്കാം. റിയാക്ടിവിറ്റി കൂടിയ മെറ്റലായ പൊട്ടാസ്യം മുതൽ അലൂമിനിയം വരെയുള്ള മെറ്റലിന് ഇലക്ട്രിസിറ്റി ഉപയോഗിക്കാം. അതേപോലെ സിങ്ക് മുതൽ ലെഡ് വരെയുള്ള മെറ്റൽ, സിങ്ക് ടു ലെഡ് വരെയുള്ള മെറ്റൽ ആണെങ്കിൽ അവിടെ നമുക്ക് കാർബൺ മോണോക്സൈഡോ ഉപയോഗിക്കാം. സിങ്ക് മുതൽ ലെഡ് വരെയുള്ളതാണെങ്കിൽ കാർബൺ മോണോക്സൈഡോ. കോപ്പറും മെർക്കുറി ആണെങ്കിൽ ജസ്റ്റ് ഹീറ്റ് ചെയ്താൽ മതി, ജസ്റ്റ് ഒന്ന് ചൂടാക്കി അതെന്ത് ചെയ്യും, അതിനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ദെൻ സിൽവർ, പ്ലാറ്റിനം, ഗോൾഡ് ഒക്കെ ആണെങ്കിൽ, സിൽവർ, ഗോൾഡ്, പ്ലാറ്റിനം ഇതൊക്കെയാണെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, എക്സിസ്റ്റ് ഇൻ ഫ്രീ സ്റ്റേറ്റ്, അതിനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതൊക്കെ ഫ്രീ സ്റ്റേറ്റിൽ കാണപ്പെടുന്ന എക്സിസ്റ്റ് ഇൻ ഫ്രീ സ്റ്റേറ്റ്, അത് പ്രകൃതിയിൽ സ്വതന്ത്ര അവസ്ഥയിൽ കാണപ്പെടുന്നതാണ്. സോ റെഡ്യൂസ് ചെയ്യാനുള്ള 3 മെത്തേഡ്, ഒന്ന് പൊട്ടാസ്യം മുതൽ അലൂമിനിയം വരെയുള്ളതാണെങ്കിൽ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് റെഡ്യൂസ് ചെയ്യാം. സിങ്ക് മുതൽ ലെഡ് വരെയാണെങ്കിൽ കാർബൺ മോണോക്സൈഡോ, കോപ്പർ, മെർക്കുറി ആണെങ്കിൽ ഹീറ്റ് ചെയ്യുക. സിൽവർ, പ്ലാറ്റിനം, ഗോൾഡ് ഒക്കെ ആണെങ്കിൽ എക്സിസ്റ്റ് ഇൻ ഫ്രീ സ്റ്റേറ്റ്, സ്വതന്ത്ര അവസ്ഥയിൽ കാണപ്പെടുന്നു. ഇതാണ് എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ ഫ്രം കോൺസെൻട്രേറ്റഡ് ഓർ. കോൺസെൻട്രേറ്റ് ചെയ്ത ഓറിൽ നിന്നും മെറ്റലിനെ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി 2 സ്റ്റെപ്പ് ഉണ്ട്. ഒന്ന് ഓക്സൈഡായിട്ട് കൺവേർട്ട് ചെയ്യുക, കാൽസിനേഷനും റോസ്റ്റിങ്ങും. ഇതിന് റിഡക്ഷൻ ചെയ്യുക ഈ മെത്തേഡ് ഉപയോഗിച്ചിട്ട്. അങ്ങനെ ഓക്സൈഡ് ആക്കി റെഡ്യൂസ് ചെയ്ത പ്യുവർ നമ്മുടെ കയ്യിലുള്ള മെറ്റൽ, നമുക്ക് ആവശ്യമുള്ള മെറ്റലിനെ എക്സ്ട്രാക്ട് ചെയ്തെടുത്തു. ഇനി ഈ മെറ്റലിൽ ഇനി എന്തെങ്കിലും ഇമ്പ്യൂരിറ്റീസ് ബാക്കിയുണ്ടെങ്കിൽ അതിനൊന്നുകൂടി ശുദ്ധീകരിക്കാനാണ് റിഫൈനിങ്, 3rd സ്റ്റേജ് ഓഫ് മെറ്റലർജിക്കൽ പ്രോസസ്സ്, റിഫൈനിങ് ഓഫ് മെറ്റൽ റിഫൈനിങ്. മെറ്റൽസിനെ റിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് വി ഹാവ് 3 മെത്തേഡ്, 3 മെത്തേഡാണ് മെറ്റൽ റിഫൈനിങ്ങിനുള്ളത്. ഒന്നാമത്തെ മെത്തേഡാണ് നമ്മുടെ മെറ്റലിനെ റിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് 3 മെത്തേഡ് ഉണ്ട്. ഒന്നാമത്തെ മെത്തേഡാണ് നമ്മുടെ ലിക്വേഷൻ എന്ന പേരിൽ അറിയപ്പെടും. ലിക്വേഷൻ, ഒന്നാമത്തെ മെത്തേഡ് ലിക്വേഷൻ. ഓക്കെ, ലിക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ലോ മെൽറ്റിംഗ് മെറ്റലായ, പെട്ടെന്ന് മെൽറ്റ് ആവുന്ന മെറ്റലുണ്ട്, അതായത് ടിന്ന്, ലെഡ്. ഓക്കെ, ഇത്തരം മെറ്റലിനെ ഒരു ഇൻക്ലൈൻഡ് സർഫസിൽ വെച്ചിട്ട് ചൂടാക്കി സെപ്പറേറ്റ് ചെയ്യുന്നതിനെയാണ് ലിക്വേഷൻ എന്ന് പറയുക. അതായത് ലോ മെൽറ്റിംഗ് മെറ്റലായ ടിന്നും ലെഡും ഒക്കെ, SnPb, SN എന്ന് പറഞ്ഞാൽ ടിന്ന്, PB എന്ന് പറഞ്ഞാൽ ലെഡ്. ലോ മെൽറ്റിംഗ് മെറ്റലായ ടിന്നും ലെഡും ഒക്കെയാണ് ലിക്വേഷൻ ഉപയോഗിച്ച് ചൂടാക്കിയിട്ട് ഒരു ഇൻക്ലൈൻഡ് സർഫസിൽ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യുക. രണ്ടാമത്തെ മെത്തേഡാണ് ഡിസ്റ്റിലേഷൻ. ഓക്കെ, ഡിസ്റ്റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ ബോയിലിംഗ് പോയിന്റ് ഉള്ള മെറ്റലായ, അതായത് സിങ്ക്, കാഡ്മിയം, മെർക്കുറി ഒക്കെ ലോ ബോയിലിംഗ് പോയിന്റ് ഉള്ള മെറ്റലാണ്. അപ്പോൾ ലോ ബോയിലിംഗ് പോയിന്റ് ഉള്ള മെറ്റലായ സിങ്ക്, കാഡ്മിയം, മെർക്കുറി ഒക്കെ ഒരു ഇതിൽ വെച്ചിട്ട് ഡിസ്റ്റിലേഷൻ ചെയ്തിട്ടാണ് സെപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ ലോ ബോയിലിംഗ് പോയിന്റ് ഉള്ള മെറ്റലായ സിങ്ക്, കാഡ്മിയം, മെർക്കുറി ഒക്കെയാണ് ഈ രീതിയിൽ സെപ്പറേറ്റ് ചെയ്യുക. സിങ്ക്, കാഡ്മിയം, CD, മെർക്കുറി ഒക്കെയാണ് സെപ്പറേറ്റ് ചെയ്യുക. മൂന്നാമത്തെ മെത്തേഡാണ് ഇലക്ട്രോളിറ്റിക് റിഫൈനിങ്.
ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ്. ഓക്കെ, ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് റിഫൈൻ ചെയ്യുക. മിക്കവാറും 90% മെറ്റൽസും ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ് ആണ് ചെയ്യുക. ഇവിടെ നമുക്ക് ഈ കോപ്പറിൻ്റെ ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ് ഒന്ന് പഠിക്കണം. ഓക്കെ, എക്സാമ്പിളായിട്ട് കോപ്പറിൻ്റെ ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ്. അപ്പോൾ എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഒരു എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് വേണം. അപ്പോൾ നമുക്ക് കോപ്പറിൻ്റെ ഇലക്ട്രോലൈറ്റിക് റിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു ബീക്കർ എടുക്കുന്നു. ആ ബീക്കറിലേക്ക് റിഫൈൻ ചെയ്യേണ്ട കോപ്പർ, ഇംപ്യൂർ കോപ്പർ എന്ന് പറയും, അതാണല്ലോ റിഫൈൻ ശുദ്ധീകരിക്കേണ്ടത്. അപ്പോൾ ഇംപ്യൂർ കോപ്പറിൻ്റെ ഒരു റോഡ് ഇടുന്നു. ഓക്കെ, ഫിഗർ കൃത്യമായിട്ട് നിങ്ങൾ ടെക്സ്റ്റിലുണ്ട്, ഞാൻ റഫായിട്ട് ഇവിടെ വരയ്ക്കാം. ഇംപ്യൂർ കോപ്പർ റോഡ് ഇടുന്നു. ഓക്കെ, അപ്പോൾ ഇതിലെന്താണ്, ഒരുപാട് ഇമ്പ്യൂരിറ്റീസും ഉണ്ട്, അതേപോലെ കോപ്പറും ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഇതേ ബീക്കറിലേക്ക് ഒരു പ്യുവർ കോപ്പറിൻ്റെ ഒരു ചെറിയ കഷ്ണം ഇടുന്നു. പ്യുവർ കോപ്പർ ഇടുന്നു. ഓക്കെ, ഇനി എന്ത് ചെയ്യുന്നു, ഇതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള സാൾട്ട് സൊല്യൂഷൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. കോപ്പർ ആയതുകൊണ്ട് റിഫൈൻ ചെയ്യുന്നതുകൊണ്ട് കോപ്പർ സൾഫേറ്റ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. കോപ്പർ സൾഫേറ്റ് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുന്നു. അതിൻ്റെ കൂടെ H2SO4 കൂടി ചേർക്കുന്നു. ഓക്കെ, H2SO4 ചേർത്ത കോപ്പർ സൾഫേറ്റ് അതിലേക്ക് ചേർക്കുന്നു. ഇനി ഇലക്ട്രിസിറ്റി കടന്നു പോകാൻ വേണ്ടി ഒരു ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്യുന്നു. ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലുണ്ട്, നെഗറ്റീവ് ടെർമിനലുണ്ട്. പോസിറ്റീവ് ടെർമിനൽ നമ്മുടെ പ്യുവർ കോപ്പറുമായിട്ടും നെഗറ്റീവ് ടെർമിനൽ ഇംപ്യുവർ കോപ്പറുമായിട്ടും കണക്ട് ചെയ്യണം. അത് മാറിയാൽ കംപ്ലീറ്റ് തെറ്റും. ഓക്കെ, അപ്പോൾ പോസിറ്റീവ് ടെർമിനലായിട്ട് കണക്ട് ചെയ്ത ഇലക്ട്രോഡിന് നമ്മൾ പറയുന്ന പേരാണ് ആനോഡ് എന്ന പേരിലും, നെഗറ്റീവ് ടെർമിനലായിട്ട് കണക്ട് ചെയ്തതിന് നമ്മൾ പറയുന്ന പേരാണ് കാഥോഡ് എന്ന പേരിലും അറിയപ്പെടുന്നു. ഇനി ഇലക്ട്രിസിറ്റി സപ്ലൈ ചെയ്യുമ്പോൾ ആനോഡിലും കാഥോഡിലും നടക്കുന്ന റിയാക്ഷൻ എന്താണെന്നുള്ളതാണ് എഴുതേണ്ടത്. അപ്പോൾ ആനോഡിൽ എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചാൽ, ആനോഡിൽ ഈ ഇംപ്യുവർ കോപ്പർ റോഡിലുള്ള പ്യുവർ കോപ്പർ അവിടുന്ന് 2 ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്ത് നേരെ സൊല്യൂഷനിലേക്ക് ഇറങ്ങുന്നു. അപ്പോൾ ആനോഡിൽ ഇംപ്യുവർ കോപ്പറിലുള്ള പ്യുവർ കോപ്പർ 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത് Cu2+ അയോൺ ആയിട്ട് മാറുന്നു. ഈ Cu2+ അയോൺ നേരെ എങ്ങോട്ടേക്ക് പോകുന്നു, കാഥോഡിലേക്ക് പോകുന്നു. അപ്പോൾ കാഥോഡിൽ ഈ Cu2+ അയോൺ വന്നിട്ട് 2 ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്തിട്ട് Cu ആയിട്ട് മാറുന്നു. അതാണ് കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ. ആനോഡിൽ നടക്കുന്ന റിയാക്ഷനെ നമ്മൾ ഓക്സിഡേഷൻ എന്നും കാഥോഡിൽ നടക്കുന്ന റിയാക്ഷനെ നമ്മൾ റിഡക്ഷൻ എന്ന പേരിലുമാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ആനോഡിൽ നിന്ന് ഈ പ്യുവർ കോപ്പർ നേരെ സൊല്യൂഷനിലൂടെ പോന്നിട്ട് ഇതിന്മേൽ ഇങ്ങനെ പറ്റി പിടിച്ച് വെക്കും. ഓക്കെ, ഇംപ്യുവർ കോപ്പർ എന്നുള്ള പ്യുവർ കോപ്പറുകളൊക്കെ ഇതിന്മേൽ പറ്റി പിടിച്ചെടുക്കും. ഈ റോഡിൻ്റെ വലിപ്പം ഇങ്ങനെ കുറഞ്ഞു വരും. ഓക്കെ, ഇനി ഈ റോഡിലുള്ള ഇമ്പ്യൂരിറ്റീസ് ഒക്കെ താഴത്ത് ഇങ്ങനെ അടിഞ്ഞുകൂടുക ചെയ്യുക. ഈ ഇമ്പ്യൂരിറ്റീസ് നമ്മൾ പറയുന്ന പേരാണ് ആനോഡ് മഡ് എന്ന പേരിൽ അറിയപ്പെടുക. ഓക്കെ, ആനോഡിലുള്ള ഇമ്പ്യൂരിറ്റീസിന് പറയുന്ന പേരാണ് ആനോഡ് മഡ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഓക്കെ, ഇതാണ് റിഫൈനിങ്ങിനുള്ള 3 മെത്തേഡ്: ലിക്വേഷൻ, ഡിസ്റ്റിലേഷൻ, ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ്. അപ്പോൾ നോക്ക്, ചാപ്റ്ററിൻ്റെ ആദ്യ പാർട്ട് കഴിഞ്ഞു. ഇങ്ങനൊരു ടേബിൾ A4 ഷീറ്റ് പഠിച്ചിട്ട് ഇങ്ങനെ ഒന്ന് വരച്ചെടുത്ത് കഴിഞ്ഞാൽ പഠിക്കാൻ നിങ്ങൾക്ക് വളരെ എളുപ്പമായിട്ട് ഒറ്റ A4 ഷീറ്റിലേക്ക് ഒതുക്കാൻ പറ്റും. ഇങ്ങനെ ഒരു ടേബിളാക്കിയിട്ട് പഠിക്കാം. ക്ലിയർ? ഓക്കെ, എളുപ്പമാണ്, പ്രയാസമൊന്നുമില്ല. ഇങ്ങനെ ടേബിൾ. അപ്പോൾ ഇത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നില്ലെങ്കിൽ നിങ്ങളുടെ റെസൊല്യൂഷൻ ഒന്ന് മാറ്റി നോക്കുക. 144 ഒക്കെ ആണെങ്കിൽ ഒരു 480 ഇട്ട് കഴിഞ്ഞാൽ, HD ഇട്ട് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇതൊക്കെ വായിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ അത് ഒരു A4 നോട്ട് ചെയ്തെടുക്കുക. ക്ലിയർ? ഇനി ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് പോകാം. സെക്കൻഡ് പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നത് പ്രധാനപ്പെട്ട ഒരു മെറ്റലായ, ഈ പറഞ്ഞ മെറ്റലർജിക്കൽ പ്രോസസ്സിലൂടെ പ്രധാനപ്പെട്ട ഒരു മെറ്റലായ അയണിൻ്റെ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ, ഇരുമ്പിൻ്റെ വ്യാവസായിക നിർമ്മാണമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ ടെക്സ്റ്റിൽ പാരഗ്രാഫായിട്ടാണ് കൊടുത്തത്. സോ നമ്മളത് പഠിക്കാൻ എളുപ്പാർത്ഥം ഒരു ഫ്ലോ ചാർട്ടായിട്ടാണ് പഠിക്കുന്നത്. ഓക്കെ, ഒരു ഫ്ലോ ചാർട്ടായിട്ട് പഠിക്കും. അപ്പോൾ നോക്കാം, അയൺ ആണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ എവിടുന്നാണ് മെറ്റൽ ഉണ്ടാക്കുക? ഓർ സെലക്ട് ചെയ്തിട്ടല്ലേ മെറ്റൽ ഉണ്ടാക്കുക. അപ്പോൾ അയൺ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഓർ വേണം, അയണിൻ്റെ ഓർ വേണം. അയണിന് 2 ഓറുണ്ട്, ഹേമറ്റൈറ്റും ഉണ്ട്, മാഗ്നറ്റൈറ്റും ഉണ്ട്. ഇവിടെ നമ്മൾ ഹേമറ്റൈറ്റിൽ നിന്നും അയൺ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്തെടുക്കണം? ഹേമറ്റൈറ്റ് എന്ന് പറയുന്ന ഓർ എടുക്കണം. സോ ഹേമറ്റൈറ്റ് എടുത്തു. ഹേമറ്റൈറ്റിൻ്റെ കെമിക്കൽ ഫോർമുല Fe2O3 എന്നാണ് ഹേമറ്റൈറ്റ് എന്ന് പറയുന്ന ഇതിൻ്റെ കെമിക്കൽ ഫോർമുല. ഓക്കെ, അപ്പോൾ ഈ ഹേമറ്റൈറ്റ് എന്ന് പറഞ്ഞ സാധനം എന്താ സാധനം? ഓർ എടുത്തു. അപ്പോൾ ഹേമറ്റൈറ്റ് എന്ന ഓർ എടുത്തു. ഈ ഓർ മണ്ണിൻ്റെ അടിയിലല്ലേ ഉണ്ടാവുക? സ്വാഭാവികമായിട്ട് മണ്ണും ചെളിയും ഒരുപാട് ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവും. അപ്പോൾ അതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കോൺസെൻട്രേഷൻ ചെയ്യണം. അപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ അയൺ ആയതുകൊണ്ട് ഒരുപാട് മെത്തേഡ് കോൺസെൻട്രേഷൻ നമ്മൾ പഠിച്ചു. 4 മെത്തേഡ് പഠിച്ചു: ഹൈഡ്രോളിക് വാഷിംഗ്, ഫ്രോത്ത് ഫ്ലോട്ടേഷൻ, മാഗ്നറ്റിക് സെപ്പറേഷൻ, ലീച്ചിങ്. ഇവിടെ ഹേമറ്റൈറ്റ് ആയതുകൊണ്ട്, അയൺ ഓറായ ഹേമറ്റൈറ്റ് ആയതുകൊണ്ട് നമുക്ക് ലീച്ചിങ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ? അയൺ ഡിസോൾവ് ചെയ്യൂല. പിന്നെ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ? അയണിൻ്റെ ഡെൻസിറ്റി കൂടുതലാണ്.
മാഗ്നറ്റിക് സെപ്പറേഷൻ ചെയ്യാൻ ഹേമറ്റൈറ്റിൽ മാഗ്നറ്റിക് സെപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല, മാഗ്നറ്റൈറ്റിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഹേമറ്റൈറ്റിൽ എന്തുകൊണ്ടാണ് ചെയ്യാൻ പറ്റാത്തത് വെച്ചാൽ ഹേമറ്റൈറ്റിലുള്ള ഒരു ഇമ്പ്യൂരിറ്റിയാണ് സിലിക്ക, അത് മാഗ്നറ്റിക് നേച്ചറാണ്. അതുകൊണ്ട് ഹേമറ്റൈറ്റിനെ നമ്മൾ എന്ത് ചെയ്യില്ല, ഹൈഡ്രോളിക് വാഷിംഗ് നമ്മുടെ മാഗ്നറ്റിക് സെപ്പറേഷൻ ചെയ്യില്ല. പിന്നെ ആകെ നമ്മുടെ മെത്തേഡ് ഹൈഡ്രോളിക് വാഷിംഗ് ആണ്. അപ്പോൾ ഹേമറ്റൈറ്റ് എന്ന ഓർ എടുക്കുന്നു, അതിന് ഫസ്റ്റ് സ്റ്റേജ് ഹൈഡ്രോളിക് വാഷിംഗ് ചെയ്യുന്നു. ഓക്കെ, അതായത് ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കുന്നു. അപ്പോൾ ഹൈഡ്രോളിക് വാഷിംഗ് ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സിന് നമ്മൾ പറയുന്ന പേരാണ് കോൺസെൻട്രേഷൻ ഓഫ് ഓർ. അതായത് ഓറിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു, കോൺസെൻട്രേഷൻ ഓഫ് ഓറിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു, ഹൈഡ്രോളിക് വാഷിംഗ് ചെയ്യുന്നു. അങ്ങനെ ഹൈഡ്രോളിക് വാഷിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ചളിയും മണ്ണും ഇമ്പ്യൂരിറ്റീസ് ഒക്കെ പോവും. എന്നാലും കഴുകിയാലും പോവാത്ത ചില ഇമ്പ്യൂരിറ്റി ഉണ്ട്. സൾഫർ, ഫോസ്ഫറസ്, ആഴ്സനിക്, വാട്ടർ, സിലിക്ക, ഇതൊന്നും കഴുകിയാലും പോവാത്ത ഇമ്പ്യൂരിറ്റീസാണ്. സോ ഇത്തരം ഇമ്പ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശക്തമായ വായുപ്രവാഹത്തിൽ ഇതിനെ ചൂടാക്കുന്നു. ഹൈഡ്രോളിക് വാഷിംഗ് ചെയ്ത് കിട്ടിയ ഓറിനെ ഹീറ്റ് ഇൻ ഹൈ കറണ്ട് ഓഫ് എയർ, ശക്തമായ വായുപ്രവാഹത്തിൽ ചൂടാക്കുന്നു. അപ്പോൾ വായുപ്രവാഹത്തിൽ ചൂടാക്കുന്നതിന് നമ്മൾ റോസ്റ്റിംഗ് എന്നാണ് പറയുക, നമ്മൾ നേരത്തെ പഠിച്ചു. അപ്പോൾ ഒന്നുകിൽ റോസ്റ്റിംഗ് എഴുതാം, അല്ലെങ്കിൽ ഹീറ്റ് ഇൻ ഹൈ കറണ്ട് ഓഫ് എയർ, അല്ലെങ്കിൽ റോസ്റ്റിംഗ് എഴുതാം. ശക്തമായ വായുപ്രവാഹത്തിൽ ചൂടാക്കുന്നു, ഹൈ കറണ്ട് ഓഫ് എയർ, ശക്തമായ വായുപ്രവാഹത്തിൽ ചൂടാക്കുന്നു. അങ്ങനെ ചൂടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതൊക്കെ ഇമ്പ്യൂരിറ്റി റിമൂവ് അറിയോ? ഇതെന്തിനാ ചൂടാക്കുന്നത് വെച്ചാൽ ടു റിമൂവ്. ഏതൊക്കെ ഇമ്പ്യൂരിറ്റീനെ റിമൂവ് ചെയ്യാനാണ്? ടു റിമൂവ് സൾഫർ റിമൂവ് ആവും, ഫോസ്ഫറസ് റിമൂവ് ആവും, അതേപോലെ ആഴ്സനിക് റിമൂവ് ആവും, അതേപോലെ വാട്ടർ H2O വാട്ടർ റിമൂവ് ആവും. ഇനി അങ്ങനെ കഴുകി കഴിഞ്ഞാൽ ചളി മണ്ണൊക്കെ പോവും, ചൂടാക്കി കഴിഞ്ഞാൽ സൾഫർ, ഫോസ്ഫറസ്, ആഴ്സനിക്, വാട്ടർ പോവും. ഇനി കഴുകിയാലും പോവാത്ത അല്ലെങ്കിൽ കഴുകിയിട്ടും ചൂടാക്കിയിട്ടും പോവാത്ത 2 ഇമ്പ്യൂരിറ്റിയാണ് അവിടെ ബാക്കിയുള്ളത്. നമുക്ക് Fe അയൺ മാത്രമാണ് കിട്ടേണ്ടത്. അപ്പോൾ ഇനി കഴുകിയാലും ചൂടാക്കിയാലും ഒന്നും പോവാത്ത 2 ഇമ്പ്യൂരിറ്റി, ഒന്ന് സിലിക്കയാണ്, കഴുകിയാലും ചൂടാക്കിയാലും ഒന്നും പോല. പിന്നെ Fe2O3 ഓക്സിജനാണ്. ഇതും കൂടി റിമൂവ് ചെയ്താലേ Fe വേർതിരിഞ്ഞ് കിട്ടുള്ളൂ. അപ്പോൾ ഈ സിലിക്കയും ഓക്സിജനും കഴുകിയാലും ചൂടാക്കിയാലും ഒന്നും പോവാത്ത ഇമ്പ്യൂരിറ്റി ആയതുകൊണ്ട് അവയെ റിമൂവ് ചെയ്യാൻ നമ്മൾ പുറത്തുനിന്ന് ആളെ കൊണ്ടുവരണം, അല്ലേ? ഇപ്പോൾ ഡ്രസ്സിൽ കറയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴുകിയിട്ടും അലക്കിയിട്ടും ഒന്നും പോകുന്നില്ലെങ്കിൽ നമ്മൾ ക്ലോറക്സ് പോലുള്ള കെമിക്കൽ ചേർക്കും. അതേപോലെ ഇവിടെ പുറത്തുനിന്ന് കെമിക്കൽ കൊണ്ടുവരണം. അപ്പോൾ അതുകൊണ്ട് ഈ സിലിക്കയെയും അതേപോലെ ഓക്സിജനെയും റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കഴുകി ചൂടാക്കി കിട്ടിയ ഓറിലേക്ക് നമ്മൾ എന്തൊക്കെ ചേർക്കും അറിയോ? ഒന്ന് CaCO3 കാൽഷ്യം കാർബണേറ്റ് ചേർക്കും, അതേപോലെ കോക്കും കൂടി മിക്സ് ചെയ്യും. കോക്ക് എന്ന് പറഞ്ഞാൽ കാർബൺ. അപ്പോൾ ഓറിലേക്ക് CaCO3യും കോക്കും കൂടി മിക്സ് ചെയ്യും. അതെന്തിനാണ് മിക്സ് ചെയ്യുന്നത്? അതായത് സിലിക്കയെയും ഓക്സിജനെയും റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. CaCO3 സിലിക്കയെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും കോക്ക് ഓക്സിജനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും അതിലേക്ക് മിക്സ് ചെയ്യും. അങ്ങനെ ഈ ഓറും CaCO3യും കോക്കും കൂടി മിക്സ് ചെയ്തിട്ട് ഇതിനെ ശക്തിയായി ഹീറ്റ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 1500 to 2000 ഡിഗ്രി സെൽഷ്യസ് വരെ ഹീറ്റ് ചെയ്യണം. അത്രയും ഡിഗ്രി ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ബീക്കറിലോ പാത്രത്തിലോട്ട് ഹീറ്റ് ചെയ്യാൻ പറ്റില്ല. അതിനനുസരിച്ചുള്ള ഒരു സജ്ജീകരണം വേണം. ആ സജ്ജീകരണത്തിന് നമ്മൾ പറയുന്ന പേരാണ് ബ്ലാസ്റ്റ് ഫർണസ് എന്ന പേരിൽ അറിയപ്പെടുക. ബ്ലാസ്റ്റ് ഫർണസ്, ചൂള. ഓക്കെ, ഈ ബ്ലാസ്റ്റ് ഫർണസിൽ നല്ല ഹീറ്റ് കിട്ടും. അപ്പോൾ ബ്ലാസ്റ്റ് ഫർണസിൽ ഈ 3 മിക്സറും കൂടി ഇട്ടിട്ട് അങ്ങോട്ട് ഹീറ്റ് ചെയ്യുക. അപ്പോൾ ഹീറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ബ്ലാസ്റ്റ് ഫർണസിനുള്ളിൽ നടക്കുന്ന റിയാക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. ബ്ലാസ്റ്റ് ഫർണസിനുള്ളിൽ ആദ്യം നമ്മുടെ ഈ CaCO3 കാൽഷ്യം കാർബണേറ്റ് അങ്ങോട്ട് ഡീകമ്പോസ് ചെയ്യും, വിഘടിക്കും. ഈ കാൽഷ്യം കാർബണേറ്റ്, നമ്മൾ ഇട്ട കാൽഷ്യം കാർബണേറ്റ് ഡീകമ്പോസ് ചെയ്ത് കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. കാൽഷ്യം കാർബണേറ്റ് വിഘടിച്ചിട്ട് കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും ആയിട്ട് സ്പ്ലിറ്റ് ആവും. ഈ കാൽഷ്യം ഓക്സൈഡാണ് സിലിക്കയെ റിമൂവ് ചെയ്യാനുള്ള ഫ്ലക്സ് കെമിക്കലായിട്ട് ആക്ട് ചെയ്യുന്നത്. ഈ കാൽഷ്യം ഓക്സൈഡ് എന്ന് പറയുന്ന ഫ്ലക്സ് സിലിക്കൻ്റെ കെമിക്കൽ ഫോർമുല SiO2 എന്നാണ്. സിലിക്ക എന്ന് പറയുന്ന ഗ്യാങ്ങുമായി കൂടിച്ചേർന്ന് CaSiO3 കാൽഷ്യം സിലിക്കേറ്റ്, ഗ്യാങ്ങും ഫ്ലക്സും കൂടിച്ചേർന്ന് ഉണ്ടാകുന്ന സാധനം എന്താ? സ്ലാഗ്, അല്ലേ? അപ്പോൾ ഇത് ഫ്ലക്സ്, കാൽഷ്യം ഓക്സൈഡ് എന്ന ഫ്ലക്സ് സിലിക്ക എന്ന് പറയുന്ന ഗ്യാങ്ങുമായി കൂടിച്ചേർന്നിട്ട് കാൽഷ്യം സിലിക്കേറ്റ് എന്ന് പറയുന്ന സ്ലാഗ് ഉണ്ടാകുന്നു. ആ സ്ലാഗ് ഫർണസിൻ്റെ അടിയിൽ കൂടെ അങ്ങോട്ട് ഒഴിവാക്കും. അപ്പോൾ ആരെ റിമൂവ് ചെയ്തു? നമ്മൾ സിലിക്കയെ റിമൂവ് ചെയ്തു. അപ്പോൾ ഇവിടെ ചെളിയും മണ്ണും ഇവിടെ പോയി, സൾഫർ, ഫോസ്ഫറസ്, ആഴ്സനിക്, വാട്ടർ പോയി, സിലിക്ക ഇവിടെ സ്ലാഗ് ആക്കി അതിനെ ഫർണസിൻ്റെ അടിയിൽ കൂടെ റിമൂവ് ചെയ്തു. ഇനി ആര് മാത്രമാണ് ബാക്കിയുള്ളത്? ഓക്സിജനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് റിഡക്ഷൻ. ഇവിടെ അയൺ ആയതുകൊണ്ട് റെഡ്യൂസ് ചെയ്യാൻ നമ്മൾ കാർബൺ മോണോക്സൈഡ് ഉപയോഗിക്കും. ഇവിടെ നമ്മൾ കാർബൺ മോണോക്സൈഡാണ് ഉപയോഗിക്കുക. അപ്പോൾ കാർബൺ മോണോക്സൈഡ് ഈ ഫർണസിൻ്റെ ഉള്ളിലില്ല, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, മോണോക്സൈഡ് ഇല്ല. അപ്പോൾ കാർബൺ മോണോക്സൈഡ് ഉണ്ടാക്കണം. അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കോക്ക് ചേർത്തത്. ഓക്കെ, അപ്പോൾ കോക്ക് എന്ന് പറയുന്ന കാർബൺ ഫർണസിൻ്റെ ഉള്ളിലെ കത്താണ്. അപ്പോൾ ഓക്സിജൻ ഉണ്ടാവും. ഓക്സിജനുമായി കൂടി ചേർന്നിട്ട് എന്തുണ്ടാവും അറിയോ? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും. അതിൻ്റെ കൂടെ ഹീറ്റും പുറത്തു വിടും.
കോക്ക് എന്ന് പറയുന്ന കാർബൺ ഫർണസിൻ്റെ ഉള്ള ഓക്സിജനുമായി കൂടിച്ചേർന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും. ഈ കാർബൺ ഡൈ ഓക്സൈഡ് വീണ്ടും കൂടുതൽ കോക്കുമായി കൂടിച്ചേർന്നിട്ട് ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ട് എൻഡോതെർമിക് റിയാക്ഷനാണ് 2CO കാർബൺ മോണോക്സൈഡ് ഉണ്ടാവും. അപ്പോൾ കോക്ക് ഓക്സിജനുമായി കൂടിച്ചേർന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും. ആ കാർബൺ ഡൈ ഓക്സൈഡ് വീണ്ടും കോക്കുമായി കൂടിച്ചേർന്ന് 2CO കാർബൺ മോണോക്സൈഡ് ഉണ്ടാവും. അങ്ങനെ ഇഷ്ടംപോലെ കാർബൺ മോണോക്സൈഡ് അതിലുണ്ടാവും. അതിലെ 3 കാർബൺ മോണോക്സൈഡ് Fe2O3യുമായിട്ട് 3 കാർബൺ മോണോക്സൈഡ് റിയാക്ട് ചെയ്തിട്ട് 2Fe + 3CO2 കിട്ടും. നോക്കിയേ, നമുക്ക് ആരെയായിരുന്നു കിട്ടേണ്ടത്? Fe അല്ലേ? അത് ഇവിടെ കിട്ടിയില്ലേ? 2Fe + 3CO2. സോ ഈ Fe ഫർണസിൻ്റെ ഉള്ളിൽ നേരെ ഇങ്ങോട്ട് പുറത്തേക്ക് എടുക്കും. ഇതിൻ്റെ ബാക്കിയാണ് ഫ്ലോ ചാർട്ടിൻ്റെ ബാക്കി പുറത്തേക്ക് എഴുതാം. അങ്ങനെ ഈ ഫർണസിൻ്റെ ഉള്ളിൽ നിന്ന് ഈ Fe ഇരുമ്പിനെ നേരെ ഇങ്ങോട്ട് പുറത്തേക്ക് എടുക്കും. ഈ ഫർണസിൻ്റെ ഉള്ളിൽ നല്ല ചൂട് കാരണം, ഞാൻ പറഞ്ഞ 1500-2000 ഡിഗ്രി സെൽഷ്യസ് ചൂട് കാരണം ഈ കിട്ടുന്ന Fe ലിക്വിഡ് ഫോർമാറ്റിലായിരിക്കും ഉണ്ടാവുക. അങ്ങനെ ലിക്വിഡ് ഫോർമാറ്റിലുള്ള ഇരുമ്പിന് നമ്മൾ പറയുന്ന പേരാണ് പിഗ് അയൺ എന്ന പേരിൽ അറിയപ്പെടുക. പിഗ് അയൺ എന്ന് പറഞ്ഞാൽ ദ്രാവക ഇരുമ്പ്, ലിക്വിഡ് അയൺ എന്ന പേരിൽ അറിയപ്പെടും. ലിക്വിഡ് അയൺ. ഓക്കെ, ഈ പിഗ് അയണിൻ്റെ പ്രത്യേകത എന്താ അറിയോ? തീരെ ഉറപ്പൊന്നും ഉണ്ടാവില്ല, ലിക്വിഡ് ഫോർമാറ്റിലാണ്. നമുക്ക് നല്ല ഉറപ്പും കാഠിന്യമുള്ള അയണാണ് കിട്ടേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഉറപ്പും കാഠിന്യമുള്ള അയൺ കിട്ടാൻ വേണ്ടിയിട്ട് ഈ പിഗ് അയണിലേക്ക് നമ്മൾ അല്പം ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് കോക്കും കാർബൺ അതേപോലെ സ്ക്രാപ്പ് അയണും. സ്ക്രാപ്പ് അയൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയണിൻ്റെ പൊട്ടുപൊടി കഷ്ണങ്ങൾക്ക് വേസ്റ്റ് പാർട്ടുള്ള അയൺ എന്ന് പറയുന്ന പേരാണ് സ്ക്രാപ്പ് അയൺ. അപ്പോൾ പിഗ് അയണിലേക്ക് കുറച്ച് കോക്കും സ്ക്രാപ്പ് അയണും കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഉറപ്പും കാഠിന്യമുള്ള കാസ്റ്റ് അയൺ കിട്ടും. കാസ്റ്റ് അയൺ. ഈ കാസ്റ്റ് അയണിൻ്റെ പ്രത്യേകത നല്ല സ്ട്രോങ് ആണ്, പക്ഷെ ബെൻഡ് ചെയ്താൽ പൊട്ടിപ്പോവും. അത് പൊട്ടിപ്പോകാനുള്ള കാരണം ഈ കാസ്റ്റ് അയണിൽ ഇവിടെ കാർബൺ അടങ്ങിയത് കൊണ്ടാണ് പൊട്ടിപ്പോകാൻ. കാസ്റ്റ് അയണിൽ അറൗണ്ട് 3% കാർബൺ ആണ് കാസ്റ്റ് അയണിൽ അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് കാസ്റ്റ് അയൺ ബെൻഡ് ചെയ്താൽ പൊട്ടിപ്പോവും. എന്നാലും കാസ്റ്റ് അയൺ നല്ല ഉറപ്പുണ്ടായതുകൊണ്ട് സ്റ്റാച്യൂസ് അതേപോലെ സ്ട്രീറ്റ് ലൈറ്റുകളുടെ കാലുകളൊക്കെ ഉണ്ടാക്കാൻ കാസ്റ്റ് അയൺ ഉപയോഗിക്കാറുണ്ട്. നമുക്ക് ബെൻഡ് ചെയ്താൽ പൊട്ടാത്ത അയൺ കിട്ടണം. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് കാസ്റ്റ് അയൺ എന്ത് ചെയ്യണം? റിഫൈൻ ചെയ്യണം. കാർബൺ കണ്ടൻറ്റ് കുറയ്ക്കണം. കാർബൺ കണ്ടൻറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കാസ്റ്റ് അയൺ റിഫൈനിങ്ങിന് വിധേയമാക്കും. ശുദ്ധീകരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും അറിയും? റോട്ട് അയൺ ഉണ്ടാക്കും. റോട്ട് അയൺ. റോട്ട് അയണിന് മലയാളത്തിൽ നമ്മൾ പച്ചിരുമ്പ് എന്ന പേരിൽ അറിയപ്പെടും. ഈ റോട്ട് അയൺ ആണ് നമ്മൾ വ്യത്യസ്ത ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക. ഈ റോട്ട് അയണിൽ 0.2 to 0.6% കാർബൺ ആണ് അടങ്ങിയിരിക്കുക. 0.2 മുതൽ 0.6% കാർബൺ അടങ്ങിയ റോട്ട് അയൺ നമുക്ക് കിട്ടും. ഈ റോട്ട് അയൺ ആണ് നമ്മൾ വ്യത്യസ്ത ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക. ഇതാണ് ഇരുമ്പിൻ്റെ അയണിൻ്റെ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ്റെ ഫ്ലോ ചാർട്ട്. അപ്പോൾ ഈ ഫ്ലോ ചാർട്ട് ഇങ്ങനെ തന്നെ ഓർഡർ, ബാക്കി ഇതിൻ്റെ താഴെ എഴുതിയാൽ മതി. ഇങ്ങനെ തന്നെ പഠിച്ചു കഴിഞ്ഞാൽ A4 പേപ്പറിൻ്റെ ഒരു ഭാഗം നമ്മൾ നേരത്തെ എഴുതി അല്ലേ, മെറ്റലർജിക്കൽ പ്രോസസ്സ്. രണ്ടാമത്തെ ഭാഗത്തിൽ ഒരു ഭാഗത്തിൽ ഇതിങ്ങനെ ഫ്ലോ ചാർട്ട് കുത്തനെ എഴുതാം. ക്ലിയർ? ഇതാണ് ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത്, ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓഫ് അയൺ. ഇനി അലൂമിനിയത്തിലേക്ക് പോകുന്നതിന് മുമ്പ്, അലൂമിനിയത്തിൻ്റെ പ്രൊഡക്ഷനിലേക്ക് പോകുന്നതിന് മുമ്പ് അയണിലെ 1-2 കാര്യങ്ങൾ കൂടി പറയാം. സോ അയൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു റോട്ട് അയൺ പറഞ്ഞു. ഇനി അയണിനെ പോലെ തന്നെ പ്രാധാന്യമുള്ള 2 സാധനങ്ങളുണ്ട്. ഒന്ന് പിന്നെ സ്റ്റീൽ എന്ന് പറയും. അപ്പോൾ സ്റ്റീൽ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അയണിൽ അടങ്ങിയിരിക്കുന്ന കാർബൺ കണ്ടൻറ്റ് 0.2 to 0.6 അത് കുറച്ചുകൂടി നമുക്ക് കുറയ്ക്കാൻ പറ്റും. 0.1 വരെ കുറയ്ക്കാൻ പറ്റും. അപ്പോൾ അയണിൽ അടങ്ങിയിരിക്കുന്ന കാർബൺ കണ്ടൻറ്റ് വേരി ചെയ്തിട്ട് 0.1 to 1.5 വരെ വേരി ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റീൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അയണിൽ അടങ്ങിയിരിക്കുന്ന കാർബൺ കണ്ടൻറ്റ് വേരിഡ് ഫ്രം 0.1 to 1.5 വരെ വേരി ചെയ്തിട്ട് ഡിഫറെൻറ്റ് സ്റ്റീൽ മെറ്റീരിയൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതേപോലെ തന്നെ മറ്റൊരു സാധനമാണ് അലോയ് എന്ന് പറയുന്നത്. അലോയ് എന്ന് പറഞ്ഞാൽ 2 or more മെറ്റൽ കമ്പൈൻഡ് ടുഗദർ ടു ഫോം ആൻ അലോയ്. 2 അതിലധികമോ മെറ്റൽ കൂടിച്ചേർന്ന് ഡിഫറെൻറ്റ് കോമ്പോസിഷനിൽ കൂടിച്ചേർന്നുണ്ടാവുന്നതാണ് അലോയ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു 3 അയൺ അടങ്ങിയ അലോയ്സിന് എക്സാമ്പിൾ, അതിൻ്റെ പ്രോപ്പർട്ടീസ്, യൂസസ് ഒക്കെ ടെക്സ്റ്റിൽ ഒരു ടേബിൾ ആക്കി കൊടുത്തിട്ടുണ്ട്. 4.6 ടേബിൾ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നോക്കുക. പ്രധാനപ്പെട്ട 3 അലോയ്സ്. ഒന്ന് സ്റ്റെയിൻലെസ് സ്റ്റീൽ, അയൺ അടങ്ങിയ അലോയ് ആയ സ്റ്റെയിൻലെസ് സ്റ്റീൽ, അൽനിക്കോ, നിക്രോം. അതിൻ്റെ യൂസസ്, സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറഞ്ഞാൽ യൂട്ടൻസിലും വെഹിക്കിൾ പാർട്സ് ഉണ്ടാക്കാൻ, അതേപോലെ അൽനിക്കോ എന്ന് പറഞ്ഞാൽ പെർമനൻറ്റ് മാഗ്നറ്റ് ഉണ്ടാക്കാൻ, നിക്രോം എന്ന് പറഞ്ഞാൽ ഹീറ്റിംഗ് കോയിൽ ഉണ്ടാക്കാൻ. അതിൻ്റെ യൂസസ് ഒക്കെ ഉള്ള ടേബിൾ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നോക്കാം. ഓക്കെ, ഇത്രയാണ് അയണിലുള്ളത്. ഇനി ചാപ്റ്ററിൻ്റെ 3ാമത്തെ പാർട്ട് പ്രധാനപ്പെട്ട മറ്റൊരു മെറ്റലായ അലൂമിനിയത്തിൻ്റെ പ്രൊഡക്ഷൻ. ഓക്കെ, ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓഫ് അലൂമിനിയം. അലൂമിനിയം പ്രൊഡക്ഷൻ ചെയ്യാൻ, അലൂമിനിയം ഉണ്ടാക്കാൻ നമുക്ക് 2 സ്റ്റെപ്പ് ഉണ്ട്, 2 സ്റ്റേജ് ഉണ്ട്. ഒന്നാമത്, അതായത് ആദ്യകാലത്ത് സ്വർണ്ണത്തേക്കാൾ വില കൂടിയ മെറ്റലായിരുന്നു അലൂമിനിയം. പിന്നീട്, കാരണം അന്ന് ഉണ്ടാക്കാൻ അത്രയും റിസ്ക് ആയിരുന്നു, പിന്നീട് ഹാൾ അതേപോലെ ഹെറോൾട്ട് എന്ന് പറയുന്ന 2 സയൻറ്റിസ്റ്റുകൾ ഹാൾ ഹെറോൾട്ട് പ്രക്രിയയിലൂടെ അലൂമിനിയം ഉണ്ടാക്കുന്നത്, ഈസി ആയിട്ട് അലൂമിനിയം ഉണ്ടാക്കുന്നത് കണ്ടെത്തി. അത് കണ്ടെത്തിയതോടുകൂടി അലൂമിനിയത്തിൻ്റെ കോസ്റ്റ് ചീപ്പായി. അപ്പോൾ ഹാൾ ഹെറോൾട്ട് പ്രോസസ്സിലൂടെ അലൂമിനിയം ഉണ്ടാക്കുന്നതാണ് നമ്മൾ പഠിക്കുന്നത്. 2 സ്റ്റേജ് ഉണ്ട്. ആദ്യത്തെ സ്റ്റേജ് ലീച്ചിങ് പ്രോസസ് ഓഫ് ബോക്സൈറ്റിൻ്റെ ലീച്ചിങ് പ്രോസസ്സ്.
രണ്ടാമത്തെ സ്റ്റേജ് ഇലക്ട്രോളിസിസ് ഓഫ് അലൂമിന. ഈ 2 സ്റ്റേജാണ് ഉള്ളത്. സോ ആദ്യത്തെ സ്റ്റേജ് നോക്കാം, ലീച്ചിങ് പ്രോസസ് ഓഫ് ബോക്സൈറ്റ്. ബോക്സൈറ്റിൻ്റെ ലീച്ചിങ് പ്രോസസ്സ് അതൊരു ഫ്ലോ ചാർട്ടായിട്ട് തന്നെയാണ് പഠിക്കുന്നത്. അപ്പോൾ ബോക്സൈറ്റിനെ ലീച്ചിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ അലൂമിനിയത്തിൻ്റെ ഓറായ ബോക്സൈറ്റ് എടുക്കുന്നു. ബോക്സൈറ്റിൻ്റെ കെമിക്കൽ ഫോർമുല നമുക്കറിയാം Al2O3 2H2O. സോ ബോക്സൈറ്റ് എടുക്കുന്നു, ഇതാണ് ഓറ്. ഈ ബോക്സൈറ്റിന് നമ്മൾ എന്ത് ചെയ്യുമോ, ലീച്ചിങ് എന്ന് പറഞ്ഞാൽ ഡിസോൾവ് ദ ഓർ ഇൻ എ സൊല്യൂഷൻ ഡിസോൾവിങ് ഓൺലി ഓർ. ഓർ മാത്രം ഡിസോൾവ് ചെയ്യുന്ന ഒരു സൊല്യൂഷനിൽ ഡിസോൾവ് ചെയ്യിപ്പിക്കണം. അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ ഒരു ബീക്കറിൽ ഡിസോൾവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഓറിനെ ഡിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോട്ട് NaOH സൊല്യൂഷൻ എടുക്കുന്നു. ഹോട്ട് NaOH സൊല്യൂഷൻ. അപ്പോൾ ഈ ബോക്സൈറ്റിനെ നേരെ നമ്മൾ എങ്ങോട്ടേക്ക് ഇടുന്നു, ഹോട്ട് NaOH സൊല്യൂഷനിലേക്ക് ഇടുന്നു. ഇപ്പോൾ ഒരു ബീക്കറിൽ ഹോട്ട് NaOH സൊല്യൂഷൻ ഇട്ടിട്ട് അതിലേക്ക് ഈ ബോക്സൈറ്റ് അങ്ങോട്ട് ഡിസോൾവ് ചെയ്യിപ്പിക്കുന്നു. അങ്ങനെ ഈ ബോക്സൈറ്റ് ഹോട്ട് NaOHലേക്ക് അങ്ങോട്ട് ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹോട്ട് NaOHൻ്റെ പേര് അങ്ങോട്ട് മാറും. ഏതുപോലെ അറിയോ, ചൂടുള്ള വെള്ളം. അതിലേക്ക് ചായപ്പൊടി അങ്ങോട്ട് ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചൂടുവെള്ളം എന്നാണോ പറയുക? അല്ല, ചായ എന്നാണ് പറയുക. അതേപോലെ ഈ ഹോട്ട് NaOHലേക്ക് നമ്മൾ ബോക്സൈറ്റ് അങ്ങോട്ട് ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹോട്ട് NaOH എന്തായിട്ട് മാറും അറിയോ? സോഡിയം അലൂമിനേറ്റ് ആയിട്ട് മാറും. അപ്പോൾ ഈ ഹോട്ട് NaOHലേക്ക് ബോക്സൈറ്റ് ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സോഡിയം അലൂമിനേറ്റ് കിട്ടും. NaAlO2 സോഡിയം അലൂമിനേറ്റ് കിട്ടും. ഇനി ഈ സോഡിയം, അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു ബീക്കർ നിറയെ സോഡിയം അലൂമിനേറ്റ് ഉണ്ട്. ഈ സോഡിയം അലൂമിനേറ്റിന് എന്ത് ചെയ്യാറോ, ഇമ്പ്യൂരിറ്റീസ്, ഡിസോൾവ് ബോക്സൈറ്റിലുള്ള ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവുമല്ലോ ഡിസോൾവ് ചെയ്യാത്ത, ആ ഇമ്പ്യൂരിറ്റീസ് ഒക്കെ ഫിൽട്ടർ ചെയ്ത് ഒഴിവാക്കുക. എന്നിട്ട് ഇതിലേക്ക് എന്ത് ചെയ്യാറോ, ഈ സോഡിയം അലൂമിനേറ്റിലേക്ക് കുറച്ച് വാട്ടർ ആഡ് ചെയ്ത് ഡൈല്യൂട്ട് ചെയ്ത് അല്പം AlOH അലൂമിനിയം ഹൈഡ്രോക്സൈഡ് ചേർക്കാം. ഓക്കെ, അപ്പോൾ അല്പം അലൂമിനിയം ഹൈഡ്രോക്സൈഡ് ചേർത്ത് വാട്ടർ ആഡ് ചെയ്ത് ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, അപ്പോൾ ഈ സോഡിയം അലൂമിനേറ്റിലേക്ക് നിന്നും ഇമ്പ്യൂരിറ്റീസ് ആർ ഫിൽട്ടേർഡ് ഔട്ട്. ഇമ്പ്യൂരിറ്റീസ് ആർ ഫിൽട്ടേർഡ് ഔട്ട്. ഇമ്പ്യൂരിറ്റീസ് ഒക്കെ ഫിൽട്ടർ ചെയ്താൽ പിന്നെ ആഡിങ് ലിറ്റിൽ, അല്ലെങ്കിൽ ഡൈല്യൂട്ടഡ് വിത്ത് വാട്ടർ ആഡ് ചെയ്ത് ഡൈല്യൂട്ട് ചെയ്യുക. ഡൈല്യൂട്ടഡ് വിത്ത് വാട്ടർ ആൻഡ് ആഡ് ലിറ്റിൽ AlOH അലൂമിനിയം ഹൈഡ്രോക്സൈഡ് AlOH ആഡ് ചെയ്യുക. എന്തിനാ? ടു പ്രസിപ്പിറ്റേറ്റ് AlOH പ്രസിപ്പിറ്റേറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി. ഏതുപോലെ അറിയാം, ക്ലിയർ ആക്കി തരാം. അപ്പോൾ ഹോട്ട് NaOH എടുത്തു, ബോക്സൈറ്റ് ആഡ് ചെയ്തു, അപ്പോൾ നമുക്ക് സോഡിയം അലൂമിനേറ്റ് കിട്ടി. അതിന് ഇമ്പ്യൂരിറ്റീസ് ഒക്കെ എന്ത് ചെയ്തു, ഫിൽട്ടർ ചെയ്ത് ഒഴിവാക്കി. അപ്പോൾ നമ്മുടെ സോഡിയം അലൂമിനേറ്റ് ഉണ്ട്, അതിലേക്ക് കുറച്ച് വാട്ടർ ആഡ് ചെയ്ത് ഡൈല്യൂട്ട് ചെയ്തിട്ട് കുറച്ച് AlOH അലൂമിനിയം ഹൈഡ്രോക്സൈഡ് ഇതിലേക്ക് കുറച്ച് AlOH ചേർത്ത് കഴിഞ്ഞാൽ ആ AlOH ഈ സോഡിയം അലൂമിനേറ്റ് ആയിട്ട് റിയാക്ട് ചെയ്ത് ഇത് കംപ്ലീറ്റ് AlOH വൈറ്റ് പ്രസിപ്പിറ്റേറ്റ്, അല്ലെങ്കിൽ ഒരു പ്രസിപ്പിറ്റേറ്റ് അടിയിൽ ഇങ്ങനെ അടിഞ്ഞുകൂടും. ചോക്കൊക്കെ വെള്ളത്തിൽ കലക്കി കഴിഞ്ഞാൽ ഒരു വെള്ളപ്പൊടി ഉണ്ടാകുന്ന പോലെ ഒരു പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് അവിടെ ഇങ്ങനെ കിടക്കും. ഇപ്പോൾ ഒരു ബക്കറ്റ് നിറയെ വെള്ളത്തിലേക്ക് കുറച്ച് നമ്മളെ രസ്നയുടെയോ അല്ലെങ്കിൽ വെള്ളം കലക്കുന്ന സ്ക്വാഷ് 2-3 തുള്ളി ഇട്ടിച്ച് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആ സ്ക്വാഷിൻ്റെ ടേസ്റ്റായി മാറൂലേ, അതേപോലെ. അതായത് ഇമ്പ്യൂരിറ്റീസ് ഒക്കെ ഫിൽട്ടർ ചെയ്ത് ഒഴിവാക്കി വാട്ടർ ആഡ് ചെയ്ത് ഡൈല്യൂട്ട് ചെയ്ത് കുറച്ച് AlOH ചേർത്തിട്ട് കുറേ AlOH പ്രസിപ്പിറ്റേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? പ്രസിപ്പിറ്റേറ്റ് AlOH കിട്ടും. പ്രസിപ്പിറ്റേറ്റ് AlOH എന്ന് പറയുന്ന പ്രസിപ്പിറ്റേറ്റ് കിട്ടും. ഈ പ്രസിപ്പിറ്റേറ്റ് എന്ത് ചെയ്യുക? ഫിൽട്ടർ ചെയ്ത് ഇങ്ങോട്ട് എടുക്കാം. ഓക്കെ, എന്നിട്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം ശക്തിയായി ഹീറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഞാൻ അപ്പുറത്ത് എഴുതാം. സോ പ്രസിപ്പിറ്റേറ്റ് ഈസ് ഫിൽട്ടേർഡ് ഔട്ട്. അതിൻ്റെ ബാക്കിയാണ് പ്രസിപ്പിറ്റേറ്റ് ഈസ് ഫിൽട്ടേർഡ് ഔട്ട്, വാഷ്ഡ് വെൽ, നന്നായിട്ട് കഴുകുക, വാഷ്ഡ് വെൽ ആൻഡ് സ്ട്രോങ്ലി ഹീറ്റഡ്, നന്നായിട്ട് ഹീറ്റ് ചെയ്യുക. നന്നായിട്ട് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്തോ, ഈ പ്രസിപ്പിറ്റേറ്റ് ഫിൽട്ടർ ചെയ്തെടുത്തിട്ട് നന്നായിട്ട് കഴുകി ശക്തിയായിട്ട് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും അറിയോ? Al2O3 അലൂമിന കിട്ടും. Al2O3 എന്ന് പറയുന്ന അലൂമിന കിട്ടും. അപ്പോൾ നമ്മുടെയൊക്കെ എന്ത് കിട്ടി? ബോക്സൈറ്റിൽ നിന്ന് നമുക്ക് ലീച്ചിങ് പ്രോസസ് ചെയ്തിട്ട് അലൂമിന കിട്ടി. ഈ കിട്ടിയ അലൂമിനെ ഇനി ഇലക്ട്രോളിസിസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ ഓക്സിജനായിട്ട് റിമൂവ് ചെയ്താൽ അലൂമിനിയം സെപ്പറേറ്റ് കിട്ടും. ആ ഓക്സിജനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനാണ് റിഡക്ഷൻ എന്ന് പറയുക. ഇവിടെ അലൂമിനിയം റിഡക്ഷൻ ചെയ്യാം. പൊട്ടാസ്യം മുതൽ അലൂമിനിയം വരെയുള്ളതിനെ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചല്ലേ റിഡ്യൂസ് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് ഇലക്ട്രോളിസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അലൂമിനിയത്തെ റിഡ്യൂസ് ചെയ്യാം. അപ്പോൾ ഇലക്ട്രോളിസിസ് എങ്ങനെയാണ് നോക്കാം. അപ്പോൾ ആദ്യത്തെ സ്റ്റേജാണ് ലീച്ചിങ് പ്രോസസ് ഓഫ് ബോക്സൈറ്റ്. ഫ്ലോ ചാർട്ട് ഉപയോഗിച്ച് പഠിക്കാം. ഇനി രണ്ടാമത്തെ സ്റ്റേജ് നോക്കാം, ഇലക്ട്രോളിസിസ് ഓഫ് അലൂമിന. അപ്പോൾ അലൂമിനിയനെ ഇലക്ട്രോളിസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ കയ്യിൽ ഇപ്പോൾ അലൂമിനയാണ് Al2O3. അതൊരു മോൾട്ടൺ സ്റ്റേജിലാണുള്ളത്. അപ്പോൾ അതിനെ ലിക്വിഡാക്കി മാറ്റിയിട്ട് ഇലക്ട്രോളിസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ലിക്വിഡാക്കി മാറ്റണമെങ്കിൽ സാധാരണ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലിക്വിഡായി മാറും. പക്ഷേ അലൂമിനയ്ക്ക് Al2O3 ഒരു പ്രത്യേകത ഉണ്ട്. അതിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് ഈസ് വെരി ഹൈ. മെൽറ്റിംഗ് പോയിന്റ് വളരെ കൂടുതലാണ്.
അപ്പോൾ അത് റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, മെൽറ്റിംഗ് പോയിന്റ് റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് ക്രയോലൈറ്റ് ആഡ് ചെയ്തിട്ടാണ് അതിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് റിഡ്യൂസ് ചെയ്യുക. അപ്പോൾ ഇവിടുന്ന് ചോദിക്കുന്ന ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വൈ വി ആഡ് ക്രയോലൈറ്റ് ടു അലൂമിന ഡ്യൂറിങ് ഇലക്ട്രോളിസിസ്? ഇലക്ട്രോളിസിസ് സമയത്ത് അലൂമിനയിലേക്ക് ക്രയോലൈറ്റ് ആഡ് ചെയ്യാനുള്ള കാരണം എന്ത്? റീസൺ ഇത്രയേ ഉള്ളൂ, ദ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് അലൂമിന ഈസ് വെരി ഹൈ. ഇൻ ഓർഡർ ടു റിഡ്യൂസ് ഇറ്റ് വി വിൽ ആഡ് ലിറ്റിൽ ക്രയോലൈറ്റ് ടു ഇറ്റ്. അതായത് അലൂമിനിയൻ്റെ മെൽറ്റിംഗ് പോയിന്റ് വളരെ കൂടുതലാണ്, കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ക്രയോലൈറ്റ് ചേർക്കുന്നത്. അപ്പോൾ ക്രയോലൈറ്റ് ആഡ് ചെയ്ത അലൂമിനിയം നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നമ്മളൊരു ഇലക്ട്രോളിസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റീൽ ടാങ്ക് എടുക്കാം. ഓക്കെ, ഒരു അയൺ സ്റ്റീൽ ടാങ്ക് എടുക്കുന്നു. ആ സ്റ്റീൽ ടാങ്കിൻ്റെ ഉള്ളിൽ 3 സൈഡിലും നമ്മൾ കാർബൺ ലൈനിങ് കൊടുക്കുന്നു, കാർബൺ കൊണ്ട് കോട്ട് ചെയ്തെടുക്കുന്നു. അപ്പോൾ ഒരു സ്റ്റീൽ ടാങ്ക് എടുത്തു. ആ സ്റ്റീൽ ടാങ്കിൻ്റെ റഫായിട്ടാണ് വരയ്ക്കുന്നത്. 3 സൈഡിലും കാർബൺ കൊണ്ട് ലൈനിങ് കൊടുക്കുന്നു. ഈ കാർബൺ കോട്ട് ചെയ്ത സ്റ്റീൽ ടാങ്ക് എടുക്കാനുള്ള കാരണം, നമുക്കറിയാം ഇലക്ട്രോളിസിസ് 3rd ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചു, ഇലക്ട്രോളിസ് ചെയ്യണമെങ്കിൽ ആനോഡും വേണം, കാഥോഡും വേണം, 2 ഇലക്ട്രോഡ് വേണം. അപ്പോൾ നമ്മൾ കാർബൺ കോട്ട് ചെയ്ത, കാർബൺ ലൈനിങ് കൊടുത്ത ഈ സ്റ്റീൽ ടാങ്ക് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ പിന്നെ സെപ്പറേറ്റ് ആയിട്ട് കാഥോഡ് നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. ഈ ടാങ്ക് തന്നെ കാഥോഡായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഈ സ്റ്റീൽ ടാങ്ക് ആണ് എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? കാഥോഡായിട്ട് ആക്ട് ചെയ്യുന്നത്. ഇനി ആനോഡ് വേണം. ആനോഡായിട്ട് നമ്മളൊരു റോഡിൽ തൂക്കിയിട്ടിരിക്കുന്ന കാർബൺ റോഡുകളാണ്, 1 2 കാർബൺ റോഡുകളാണ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്? ആനോഡായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതാണ് ആനോഡ്. ഇനി ഈ ആനോഡും കാഥോഡും ആരാണ് തീരുമാനിക്കുന്നത്? നമ്മുടെ ബാറ്ററിയുടെ കണക്ഷനാണ് ആനോഡും കാഥോഡും തീരുമാനിക്കുക. ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലായിട്ട് കണക്ട് ചെയ്താൽ അത് ആനോഡാവും, നെഗറ്റീവ് ടെർമിനലായിട്ട് കണക്ട് ചെയ്താൽ അത് കാഥോഡാവും. അപ്പോൾ ആനോഡും കാഥോഡും ആക്കി. ഇനി നമുക്ക് ഇലക്ട്രോളിസ് ചെയ്യേണ്ട അലൂമിന ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ബീക്കറിലേക്ക് എന്ത് ചെയ്തു? ഞാൻ Al2O3 അലൂമിന ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി സ്വിച്ച് ഓൺ ചെയ്യുക, ഇലക്ട്രോളിസ് നടത്തുക. അപ്പോൾ ബാറ്ററിയുടെ കണക്ഷൻ കൊടുക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക അറിയോ? ഇതിലൂടെ ഇലക്ട്രിസിറ്റി ഇങ്ങനെ പാസ് ചെയ്യും. അപ്പോൾ ഏതൊരു സാൾട്ട് സൊല്യൂഷനിലൂടെയും ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചു 3rd ചാപ്റ്ററിൽ ഇലക്ട്രോളിസിസ്, അലൂമിനിയൻ്റെ ഇലക്ട്രോളിസിസ് നമ്മളവിടെ സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ നോക്കുക, ഏതൊരു സാൾട്ട് സൊല്യൂഷനിലൂടെയും ഇലക്ട്രിസിറ്റി കടന്നു പോയാൽ ആ സാൾട്ട് സൊല്യൂഷൻ 2 അയോണായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അത് ഏതൊക്കെയാണ്? അപ്പോൾ Al2O3 2 അയോണായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഒരു പോസിറ്റീവ് ആണുണ്ടാവും, ഒരു നെഗറ്റീവ് ആണുണ്ടാവും. ആരാണ് പോസിറ്റീവ്? ആദ്യത്തെ ആൾ പോസിറ്റീവ്, Al പോസിറ്റീവ്. എത്ര പോസിറ്റീവ് വെച്ചാൽ ഓക്സിജൻ്റെ താഴെയുള്ള സംഖ്യ 3+. ഇനി അടുത്ത ആൾ നെഗറ്റീവ്, ഓക്സിജൻ നെഗറ്റീവാണ്. എത്ര നെഗറ്റീവ്? Alൻ്റെ താഴെയുള്ള സംഖ്യ 2-. ഓക്കെ, ഇങ്ങനെ അയോണായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് അയോണൈസേഷൻ ഇക്വേഷൻ എന്ന പേരിൽ അറിയപ്പെടുക. അപ്പോൾ അയോണൈസേഷൻ ഇക്വേഷൻ കിട്ടി, Al2O3 gives Al3++ O2-. ഡീറ്റെയിൽ ആയിട്ട് ഇലക്ട്രോളിക്സ് 3rd ചാപ്റ്ററിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ ആ വീഡിയോ കാണാത്തവർ ആ 3rd ചാപ്റ്ററിൻ്റെ വീഡിയോ വാച്ച് ചെയ്തതിനു ശേഷം കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇലക്ട്രോളിക്സ് മനസ്സിലാവും. അവിടെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സോ Al2O3 gives Al3++ O2-. അപ്പോൾ ഇതിലുള്ള കംപ്ലീറ്റ് Al2O3യും Al3+ഉം O2- ഇങ്ങനെ അയോണായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഇനി ഇവിടുത്തെ കാഥോഡിക് ആനോഡിക് റിയാക്ഷൻ കിട്ടണം. 2 ഇലക്ട്രോഡാണ് കാഥോഡും ആനോഡും. കാഥോഡ് എന്ന് പറഞ്ഞാൽ മൈനസാണ്. അപ്പോൾ അതിന് കാഥോഡിന് എപ്പോഴും ആരോട് അട്രാക്ഷൻ ഉണ്ടാവുക? പ്ലസിനോട്. ഇവിടെയുള്ള പ്ലസ് Al3+ ആണ്. സോ ഈ Al3+ നേരെ കാഥോഡിലേക്ക് വരും. എത്ര പ്ലസ് ആണോ അത്രയും ഇലക്ട്രോൺ സ്വീകരിക്കും, Al ആയിട്ട് മാറും. അപ്പോൾ നോക്കി, ഈ Al ഒക്കെ കാഥോഡിലേക്ക് പോയിട്ട് അവിടെ നിന്ന് 3 ഇലക്ട്രോൺ സ്വീകരിച്ച് Al ആയിട്ട് മാറി ഇങ്ങനെ താഴേക്ക് ഇവിടെ ഇങ്ങനെ അടിഞ്ഞുകൂടും അലൂമിനിയം. ഈ അലൂമിനിയം എന്ത് ചെയ്താൽ മതി? ഈ പൈപ്പ് അങ്ങോട്ട് തുറന്ന് പുറത്തേക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ അലൂമിനിയം നമുക്കിവിടെ സെപ്പറേറ്റ് ചെയ്ത് കിട്ടും. ഇനി അലൂമിനിയത്തിനെ മാത്രം തീരുമാനമാക്കിയ പോലെ ഓക്സിജനും തീരുമാനമാക്കണം. അപ്പോൾ നമുക്ക് ഇനി ആനോഡിക് റിയാക്ഷൻ നോക്കാം. ആനോഡ് എന്ന് പറഞ്ഞാൽ പ്ലസ് ആണ്, അതിലേക്ക് വരെ മൈനസ് ആണ്. ഇവിടെയുള്ള മൈനസ് O2-. O2- ആനോഡിലേക്ക് വന്ന് ആനോഡ് ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യും. 2 മൈനസ് ആയതുകൊണ്ട് 2 ഇലക്ട്രോണിനെ വിട്ടു കൊടുത്തിട്ട് O ആയിട്ട് മാറും. ഇനി സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് 2 ഓക്സിജൻ, ഒരു ഓക്സിജൻ 2 ഇലക്ട്രോണിനെ വിട്ടു കൊടുക്കും. അപ്പോൾ 2 ഓക്സിജൻ ഉണ്ടെങ്കിൽ 4 ഇലക്ട്രോണിനെ വിട്ടു കൊടുത്ത് O2 ആയിട്ട് മാറും. ഇതൊക്കെ നമ്മൾ അവിടെ പറഞ്ഞതാ 3rd ചാപ്റ്റർ ഇലക്ട്രോളിസിസ്. അതൊന്ന് വാച്ച് ചെയ്യാം. അതുകൊണ്ടാണ് ജസ്റ്റ് ടച്ച് ചെയ്ത് പോകുന്നത്. സോ നമുക്ക് ഓക്സിജൻ കിട്ടും. അപ്പോൾ കാഥോഡിൽ നമുക്ക് അലൂമിനിയം സെപ്പറേറ്റ് ചെയ്ത് കിട്ടും, ആനോഡിൽ ഓക്സിജൻ കിട്ടും. ഇനി അപ്പോൾ ഇവിടെ അയണൈസേഷൻ ഇക്വേഷൻ കിട്ടി, കാഥോഡിക് ആനോഡിക് റിയാക്ഷൻ കിട്ടി. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് ദ അയണൈസേഷൻ ഇക്വേഷൻ ആൻഡ് ആനോഡിക് കാഥോഡിക് റിയാക്ഷൻ ഓഫ് ഇലക്ട്രോളിസിസ് ഓഫ് അലൂമിന. ആൻസറായി. ഇനി ഇവിടെ നോക്കുക, ഇവിടെ റിലീസ് ചെയ്യുന്ന ഓക്സിജൻ, ആനോഡിൽ റിലീസ് ചെയ്യുന്ന ഓക്സിജന് ഒരു പ്രത്യേകത ഉണ്ട്. ഇപ്പോൾ ഈ ഒരു ഇലക്ട്രോളിസിസ് നടക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഈ കാർബൺ റോഡുകൾ ഇങ്ങനെ മാറ്റി വെച്ച് കൊടുക്കണം. അതെന്തിനാ അറിയോ? ആനോഡിൽ റിലീസാകുന്ന ഈ ഓക്സിജന് മുകളിലേക്ക് പോകുമ്പം ഈ ഓക്സിജൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്, കാർബണുമായിട്ട് നല്ല അട്രാക്ഷനാണ്. അപ്പോൾ ഈ ഓക്സിജൻ മുകളിലേക്ക് പോകുമ്പം ഈ കാർബൺ റോഡിലെ കാർബണുമായിട്ട് അട്രാക്ട് ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡോ അല്ലെങ്കിൽ കാർബൺ മോണോക്സൈഡോ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പോകുന്ന ഓക്സിജൻ മുഴുവൻ ഇവിടുന്ന് കാർബണിനെയും പിടിച്ചു വലിച്ച് കാർബൺ ഡൈ ഓക്സൈഡോ കാർബൺ മോണോക്സൈഡോ ആയിട്ട് ഇങ്ങനെ പോകുമ്പോൾ എന്താ സംഭവിക്കുക? ഈ റോഡിൽ നിന്ന് കാർബൺ ഇങ്ങനെ ഇറങ്ങിപ്പോയി റോഡിൻ്റെ വലിപ്പം ഇങ്ങനെ കുറയും. റോഡിൻ്റെ വലിപ്പം കുറഞ്ഞു പോയാൽ, റോഡ് തീർന്നു പോയാൽ പിന്നെ ആനോഡ് അവിടെ ഇല്ല. അപ്പോൾ ഈ പുതിയ റോഡുകൾ ഇങ്ങനെ മാറ്റി വെച്ച് കൊടുക്കണം.
അപ്പോൾ ഇവിടുന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വൈ വി റീപ്ലേസ് ആനോഡ് കാർബൺ റോഡ് ഫ്രം ടൈം ടു ടൈം ഡ്യൂറിങ് ഇലക്ട്രോളിസിസ്. ഓക്കെ, ഇലക്ട്രോളിസ് സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ആനോഡ് മാറ്റി വെക്കണം എന്ന് പറയാനുള്ള കാരണം എന്താ? കാരണം അത്രയേ ഉള്ളൂ, the oxygen gas released at anode will react with carbon in carbon rod and form carbon dioxide or carbon monoxide. അതായത് ആനോഡിൽ റിലീസ് ചെയ്യുന്ന ഓക്സിജൻ ഈ കാർബൺ റോഡിലെ കാർബണുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് കാർബൺ ഡയോക്സൈഡോ കാർബൺ മോണോക്സൈഡോ ആയിട്ട് മാറാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് മാറ്റി വെക്കുന്നത്. ഇപ്പോൾ അത് മാറ്റാതിരിക്കാൻ കുറച്ച് കാർബൺ പൗഡർ ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, ഈ റോഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് ഇലക്ട്രോളിസിസ് ഓഫ് അലൂമിന. അപ്പോൾ ഇവിടുന്ന് ചോദിക്കുന്ന 3 ക്വസ്റ്റ്യൻ, ഒന്നാമത്തെ വൈ വി ആഡ് ക്രയോലൈറ്റ് ടു അലൂമിന ഡ്യൂറിങ് ഇലക്ട്രോളിസിസ്, എന്തിനാ? ടു റെഡ്യൂസ് ദ മെൽറ്റിംഗ് പോയിന്റ്. രണ്ടാമത്തത് റൈറ്റ് ദ അയോണൈസേഷൻ ഇക്വേഷൻ കാഥോഡിക് ആൻഡ് ആനോഡിക് റിയാക്ഷൻ. മൂന്നാമത്തത് വൈ വൈ റീപ്ലേസ് കാർബൺ റോഡ് ഫ്രം ടൈം ടു ടൈം, അതായത് ദ ഓക്സിജൻ ഗ്യാസ് റിലീസ്ഡ് അറ്റ് ആനോഡ് വിൽ റിയാക്ട് വിത്ത് കാർബൺ ഇൻ കാർബൺ റോഡ് ആൻഡ് ഫോം കാർബൺ ഡയോക്സൈഡ് ഓർ കാർബൺ മോണോക്സൈഡ്. ഇതാണ് ഇലക്ട്രോളിസിസ് ഓഫ് അലൂമിന. അപ്പോൾ ചാപ്റ്ററിൻ്റെ 3 പാർട്ടും നമ്മൾ ഡിസ്കസ് ചെയ്തു. ആദ്യത്തെ പാർട്ട് മെറ്റലർജിക്കൽ പ്രോസസ്സിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസ്, അതൊരു എഫറിൻ്റെ ഒരു ഭാഗത്ത്. രണ്ടാമത്തെ ഭാഗത്ത് ബാക്ക് സൈഡിൽ ഒരു പാർട്ടിൽ നമുക്ക് ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് അയൺ പറയാം. രണ്ടാമത്തെ ഭാഗത്ത് ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് അലൂമിനിയം. അലൂമിനിയത്തിൻ്റെ 2 സ്റ്റേജ് ഉണ്ട്, ഒന്ന് ലീച്ചിങ് പ്രോസസ് ഓഫ് ബോക്സൈറ്റും രണ്ടാമത്തെ ഇലക്ട്രോളിസിസ് ഓഫ് അലൂമിനിയം. അതാണ് ഈ പറഞ്ഞത്. സോ തിയററ്റിക്കൽ ചാപ്റ്ററാണ്, കുറേ പുതിയ പുതിയ ടേംസ് ആണ്. ഇങ്ങനെ നോട്ട് എഴുതി പഠിച്ചു കഴിഞ്ഞാൽ, ഷോർട്ട് നോട്ട് ഉണ്ടാക്കി പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിൽ ഇത് മനസ്സിലാവും. നന്നായിട്ടൊന്ന് നോക്കുക, നന്നായിട്ട് നോട്ട് എഴുതിയിട്ട് നന്നായിട്ടൊന്ന് പ്രിപ്പയർ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ഡു വെൽ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.